നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, എല്ലാവർക്കും നമസ്കാരം. 18 സ്റ്റെപ്സിൽ ഇങ്ങനെ ഒരു ഓഡിയോ ഇടാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം അഭിവന്ദ്യനായിട്ടുള്ള ആചാര്യൻ അഭിനവ ബാലാനന്ദ ഭൈരവസ്വാമി വളരെ ചിന്തയ്ക്ക് ഉതകുന്ന, വളരെയധികം കേരളത്തിലെ ഭക്തരെ, ക്ഷേത്ര വിശ്വാസികളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു പോസ്റ്റ് അദ്ദേഹം ഇടുകയുണ്ടായി. ശാസ്ത്രാധിഷ്ഠിതമായിട്ട് എങ്ങനെയാണോ നമ്മുടെ വിദ്യകളൊക്കെ നിലനിൽക്കുന്നത്, അതിൻ്റെ ശരിയായ വഴിയിൽ അന്വേഷിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ സ്വാമിജിയെ നന്നായിട്ട് അറിയാം. അദ്ദേഹം അങ്ങനെ പബ്ലിക് വേദികളിൽ വരുന്ന ഒരാളല്ല. ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇൻ്റർവ്യൂകളും മറ്റും ഒന്ന് പുറത്തു വന്ന് തുടങ്ങിയത്. അദ്ദേഹം വളരെ മനോഹരമായിട്ടൊരു പോസ്റ്റ് എഴുതിയിരുന്നു. ആ പോസ്റ്റ് വായിച്ചിട്ട് അനവധി പേര് എനിക്ക് വ്യക്തിപരമായിട്ട് മെസ്സേജ് അയച്ചിട്ട്, നമ്മുടെ കാലഘട്ടത്തിൽ ഇത്രയും മോശങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് നടക്കുമ്പോൾ ഭക്തന്മാർ അഥവാ ഭക്തകൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിനുള്ള എൻ്റെ ചില ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതൊരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് എഴുതി നഷ്ടപ്പെടുത്തേണ്ട. യൂട്യൂബിലാവുമ്പോൾ അത് കിടക്കും, കുറേ പേര് കേൾക്കും. സമയമെടുത്ത് കേട്ടാലും ചിന്തിക്കാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാം, പ്രാവർത്തികമാക്കാം. ഞാനീ പറയുന്ന എല്ലാ പോംവഴികളും പ്രാവർത്തികമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അടിസ്ഥാനപരമായിട്ട് ഉള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രത്യാശയെങ്കിലും തിരിച്ചു കിട്ടും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് പറയണത്. ആദ്യം ഞാൻ സ്വാമിജി എഴുതിയ പോസ്റ്റൊന്ന് ഞാനിവിടെ വായിക്കാം. അത് വളരെ മനോഹരമായിട്ടൊരു പോസ്റ്റാണ്. ഈയിടെയായി മനസ്സിലുദിച്ച ഒരു സംശയം ഇവിടെ ചോദിക്കട്ടെ. ഈയിടെയായി കേരളീയ ക്ഷേത്രങ്ങളിൽ തുടർച്ചയായി മോഷണം, ദ്രവ്യത്തിൻ്റെ കൃത്രിമത്വം തുടങ്ങിയവ നടന്നതായി കേൾക്കുന്നു. ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഈ കാലയളവിൽ തന്നെ ദേവപ്രശ്നവും നടന്നിട്ടുണ്ട്. ശർക്കരയുടെ അളവ് കൂട്ടുന്നത് മുതൽ പല പ്രകാരത്തിൽ ദുർഗയെ ഭദ്രയും, ഭദ്രയെ കാളിയും, കാളിയെ ദുർഗയും എല്ലാമാക്കി പല പ്രകാരത്തിൽ ദേവതാനിർണയം നടത്തി ദേവതകളെപ്പോലും മാറ്റിമറിക്കുന്ന ദൈവജ്ഞന്മാരുള്ള ഈ നാട്ടിൽ എന്തുകൊണ്ടാണ് ചൗര്യം എന്ന ഈ വിഷയം അറിയാതെ പോയത്? ദേവൻ്റെ നാസികാദ്വാരത്തെപ്പോലും തിരിച്ചറിയാനായില്ലെങ്കിൽ പിന്നെ ദേവപ്രശ്നത്തിലെ യുക്തി എന്ത്? ദേവൻ്റെ ശ്വാസം കൃത്യമാണോ എന്ന് പറയാനാകാത്ത, യോഗദണ്ഡ് വരെ പോയിട്ടും തിരിച്ചറിയാനാകാത്ത തന്ത്രിയും പൂജാരിയും അവിടെ പ്രശ്നം വെച്ച ദേവപ്രശ്നക്കാരും ഉത്തരവാദികളല്ലേ ഇതിന്? അത് മനസ്സിലാക്കാനായില്ലെങ്കിൽ പിന്നെ എന്ത് പൂജയാണ്, എന്ത് താന്ത്രിക വൃത്തിയാണ്, എന്ത് ദേവപ്രശ്ന ചിന്തയാണ്? എല്ലാം കഴിഞ്ഞതിന് ശേഷം നാം ഓരോ ക്ഷേത്രത്തിലെ കട്ടുകൊണ്ടുപോയ കണക്ക് പറയുന്നതിൽ യുക്തി എന്താണ്? കാവുകളെ ക്ഷേത്രങ്ങളാക്കി അവിടെ വേണ്ടാത്ത ബിംബങ്ങളുണ്ടാക്കി ഉണ്ടായിരുന്ന ദേവതകളെ മാറ്റി മറ്റൊരു ദേവതയെ പ്രതിഷ്ഠിച്ച് കോൺക്രീറ്റ് കെട്ടിടങ്ങളാക്കി കാവ് ക്ഷേത്രമെന്ന് പേരും വെച്ച് കൊടിമരമില്ലാത്ത ഇടങ്ങളിൽ കൊടിമരമുണ്ടാക്കി പടഹാദിയെയും അങ്കുരാദിയെയും ധ്വജാദിയെയും മാറ്റിമറിച്ച് ക്ഷേത്രത്തിൻ്റെ പടിവരെയും സ്വർണം പൊതിയുന്ന പുതിയ രീതി ഉണ്ടാക്കിയത് ആരാണ്? എന്നിട്ടത് കട്ടുകൊണ്ടുപോകുമ്പോൾ നാം തന്നെ ബഹളം വയ്ക്കും. സ്വർണത്തിൻ്റെ സ്തേയം സ്തംഭവിച്ചാൽ 12 വർഷത്തെ വാർഷിക വ്രതം ചെയ്യണമെന്നും അത്രയും തന്നെ അനുരൂപമായ ദ്രവ്യം സമർപ്പിക്കണമെന്ന് തുടങ്ങിയ പ്രായശ്ചിത്ത വിധി ആരെങ്കിലും പറയുമോ? തൻ്റെ പ്രാണസ്വരൂപത്തിൽ വർത്തിക്കുന്ന ദേവനിലുണ്ടാകുന്ന വ്യതിചലനം തൻ്റെ ശരീരത്തിൽ തിരിച്ചറിയാനാകാത്ത പൂജാരിമാരും തന്ത്രിമാരും അതുപോലെ ഇതേ ദേവതയുടെ സ്വരൂപത്തിലിരുന്ന് ദേവൻ്റെ പ്രശ്നം പറയേണ്ട ദൈവജ്ഞന്മാർക്കും ഇത് തിരിച്ചറിയാനാകാത്തത് ശാസ്ത്രത്തിൻ്റെ കുറവോ വ്യക്തികളുടെ പിഴവോ? തിരിഞ്ഞു നോക്കേണ്ടത് ആര് എന്നത് ഒരു ചോദ്യമാണ്. ഭക്തജനങ്ങളോ ആചാര്യന്മാരോ? ഉത്തരവാദിത്തം ആർക്ക്? അഭിനവ ബാലാനന്ദ ഭൈരവൻ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റാണിത്. അതിന് നമ്മുടെ 18 സ്റ്റെപ്സിൻ്റെ നമ്പറിലേക്ക് അനവധി ചോദ്യങ്ങൾ ഭക്തരുടെ ഭാഗത്തുനിന്ന് വരികയുണ്ടായി. അതിൽ എല്ലാവരും അഭിനവ ബാലാനന്ദ ഭൈരവസ്വാമിയുടെ ഈ പോസ്റ്റിനെ കോട്ട് ചെയ്തുകൊണ്ടാണ്
ശരത്ജിയുടെ മറുപടി പ്രതീക്ഷിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയച്ചത്. തികച്ചും വേദനാജനകമായ ഈ സംഭവവികാസങ്ങളിൽ ഭക്തന്മാർ അഥവാ ഭക്തകൾ എന്താണ് ചെയ്യേണ്ടത്? എന്തെങ്കിലും ഉപായമുണ്ടോ? ദി 18 സ്റ്റെപ്സ് ഗ്രൂപ്പിലുള്ളവർക്ക് സാധകർ ഭക്തന്മാരെന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അതിലെ ഏറ്റവും തെളിച്ചമുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. അത് വളരെ തെളിഞ്ഞ ചോദ്യമായിരുന്നു, കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ബാക്കി പലരും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചിരുന്നത്. പക്ഷേ ആ ചോദ്യങ്ങളുടെ എല്ലാ ആകത്തുക ഈ ഒരു ചോദ്യത്തിൽ ഉണ്ടായിരുന്നു. ഒരു യങ്സ്റ്ററാണത് ചോദിച്ചിരിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ലൊരു ചോദ്യമാണ്. വാസ്തവത്തിൽ പബ്ലിക്കലി ഇത്തരം കാര്യങ്ങൾ അങ്ങനെ തറപ്പിച്ച് ഞാൻ പറയാറില്ലെങ്കിലും ഇന്നർ സർക്കിളുകളിലൊക്കെ അറിയാം, ഈ വിഷയത്തിനെക്കുറിച്ച് എന്നോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചിട്ടൊന്നുമല്ല. അത് കേട്ടിട്ടെങ്കിലും ആർക്കെങ്കിലും മനസ്സിൽ ഒരു തോന്നലുണ്ടായി അങ്ങനെയെങ്കിലും ഒന്നിറങ്ങിപ്പുറപ്പെട്ട ഏതെങ്കിലും ഒരു കാവിലെ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ ദേവതയ്ക്ക് സൗഖ്യമുണ്ടാവാനുള്ള എന്തെങ്കിലും സംഭവിക്കും, അതുവഴി ആ ദേശത്തിന് ഗുണമുണ്ടാവും എന്നുള്ള ഒരു ചിന്ത കൊണ്ട് മാത്രം. വാസ്തവത്തിൽ ഈ ചോദ്യം നമുക്ക് ഭക്തർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഈ ചോദ്യം അത് ഹൃദയസ്പർശിയായിട്ടുള്ളതാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ഒരു ഭക്തനായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഒരു സാധകനായിട്ട് പറഞ്ഞിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മളെ തന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണത്. നമ്മൾ ചോദിക്കില്ലേ, ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ടല്ലോ, പിന്നെ എന്തപ്പോൾ കാര്യം, ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് നമുക്ക് തന്നെ ചോദിക്കണ്ടേ. കാരണം നമ്മൾ അംഗീകരിക്കേണ്ട ഒരു സത്യം എന്താ വെച്ചാൽ, നമ്മുടെ കാലഘട്ടത്തിൽ അതിൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഭക്തരെ എന്നൊരു കാറ്റഗറി ഇല്ല. ഇത് ഞാൻ എന്നും പറയാറുള്ളതാണ്. നമ്മളൊക്കെ കാര്യസാധ്യക്കാരാണ്. കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഭഗവാനെ വിളിക്കണം. നമുക്ക് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനിട്ട് പിഴിയാനുള്ള ഒരാൾ മാത്രമാണ്. പണ്ട് കേരളത്തിലൊരു ചാനലിൽ കഴിഞ്ഞ വർഷം ഗുരുവായൂരപ്പൻ്റെ ഉദയാസ്തമന പൂജ മുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ ആകെ പങ്കെടുത്തിട്ടുള്ള 2 ചർച്ചകളിൽ ഒന്നതാണ്, ഒന്ന് വേറൊരു ക്ഷേത്ര നിർമ്മിതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുമാണ്. ആ ആദ്യത്തെ ചർച്ചയിൽ അതിൻ്റെ അവതാരകൻ അദ്ദേഹം എന്നോട് ചോദിച്ചു, വീണ്ടും ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉദയാസ്തമന പൂജയുടെ ചരിത്ര പശ്ചാത്തലത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് അതിനെ വളരെ ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ആംഗിളിലാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഉള്ള ക്ഷേത്രങ്ങളിൽ ഈ എന്താ പറയുക, ഇങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളും മറ്റ് മതപദ്ധതികളിലവരുടെ ഇടപെടലുകളും ആക്രമണങ്ങളും കൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് വലിയ ക്ഷതം സംഭവിക്കുന്നില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ വലിയ വലിയ കറപ്ഷൻസ് നടക്കുന്നില്ലേ, ഇപ്പോൾ ആചാര്യന്മാരുടെ ഭാഗത്തുനിന്ന് തന്നെ ഇങ്ങനത്തെ പ്രശ്നം വരുന്നില്ലേ, അതൊക്കെ എന്താണ്, അതൊരു കൂട്ടായിട്ടുള്ള സംഘടിതമായിട്ടൊരു ആക്രമണമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു എന്താ പറയുക, ഒരു സാധാരണ ഗൃഹസ്ഥൻ. എന്നാലാവുന്നത് പോലെ മനസ്സിനെ അടക്കി നിർത്താനുള്ള ആധ്യാത്മിക വിദ്യ അഭ്യസിക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള, ഞാൻ പൊള്ളി അടികൊണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ചിലത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടണം. അവർ ഞാൻ കടന്നുപോയ അതേ ഭീകരതയെ കൂടെ കടന്നു പോകരുത് എന്നുള്ളത് കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതാണ് പ്രഭാഷണങ്ങളിൽ കൂടെ ചെയ്യണം. അതുകൊണ്ട് എനിക്കതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് ഉത്തരം തരാൻ പറ്റില്ല. എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. ഒരു ക്ഷേത്രത്തിലെ അടിച്ചു തെളിക്ക് നിൽക്കുന്ന ആൾ തൊട്ടിട്ട് ആ ക്ഷേത്രത്തിലെ തന്ത്രി വരെ, ഒരു ക്ഷേത്രത്തിലെ വാച്ച്മാൻ അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ആൾ തൊട്ടിട്ട് ആ ക്ഷേത്രം ഭരിക്കുന്ന കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന പ്രസിഡൻറ്റോ ചെയർമാനോ ആരാച്ച അതുവരെ, ദേവസ്വം ബോർഡുകളടക്കം, ഈ പറയണ എല്ലാവർക്കും ഒരു കാര്യമുണ്ടെങ്കിൽ അവർ തെറ്റ് ചെയ്യില്ല: ഭഗവാനോടുള്ള സ്നേഹം. ഭഗവാനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആളെ വേദനിപ്പിക്കാനായിട്ട് ഒന്നും ചെയ്യില്ല. ഭഗവാനോടുള്ള സ്നേഹം പോയിട്ട് ഭഗവാൻ അവിടെ ഉണ്ട് എന്നുപോലും ഉറപ്പില്ലാത്ത ആൾക്കാരാണ് ഭഗവാൻ കൊടുക്കുന്ന ചോറും കഴിച്ചിട്ട് അവിടെ ഉള്ളത് കട്ടും മോഷ്ടിച്ചിട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാട് ഇതാണ്.
ഭഗവാനെ സ്നേഹിക്കാത്തിടത്തോളം കാലം, അങ്ങനെ സ്നേഹിക്കാത്തവർ ക്ഷേത്രത്തിൻ്റെ ഏത് സെക്ടറിലും, അത് അകത്ത് ശാന്തി കഴിക്കണ പൂജാരിയാണെങ്കിലും പുറത്ത് ഭരിക്കുന്ന കമ്മിറ്റി ആണെങ്കിലും ക്ഷേത്രം വൃത്തിയാക്കുന്ന ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും, എന്തിന് റോട്ടിൽ നിന്ന് ഒരു അത്യാവശ്യക്കാരൻ പോകുമ്പോൾ ആ റോഡിൽ കാറ് തടഞ്ഞ് പിരിക്കുന്നവൻ വരെ ഭഗവാനെ സ്നേഹമില്ലാത്തവനാണ്. ഭഗവാനോട് സ്നേഹമുള്ളവൻ റോഡിൽ വണ്ടി തടഞ്ഞിട്ട് പണം പിരിക്കില്ല, റോഡിൽ വണ്ടി തടഞ്ഞ് പണം പിരിക്കില്ല, തട്ടിക്കയറില്ല യാത്രക്കാരോട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നതാണ്. നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരുടെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന തമാശകളെന്നതൊക്കെ. ഈശ്വരനോട് സ്നേഹം എന്നുള്ളതില്ല. അതുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിൻ്റെയും പരിശുദ്ധിയുടെയും മൂർത്തിമദ്ഭാവങ്ങളായിട്ട് നിൽക്കേണ്ട സ്ഥലങ്ങൾ വലിയ കറപ്ഷൻ, കൈക്കൂലി, അഴിമതി, മോഷണം, അതുപോലെ തന്നെ പാരമ്പര്യ ചടങ്ങുകളുടെ വളച്ചൊടിക്കലുകൾ, ഇല്ലാത്ത ചടങ്ങുകൾ ഉണ്ടാക്കി ഊതി വീർപ്പിക്കുക, ചെയ്യേണ്ട ചടങ്ങുകളെ ചെയ്യില്ല, പൈസ കൊണ്ടുവരുന്ന വഴിപാടുകൾക്ക് മാത്രം പ്രാമുഖ്യം കൊടുത്ത് ഇല്ലാത്ത വഴിപാടുകൾ ഉണ്ടാക്കുക. എന്നാൽ ദേവതയ്ക്ക് യഥാർത്ഥത്തിൽ വേണ്ട ലളിതമായിട്ടുള്ള വഴിപാടുകൾ പോലും നെഗ്ലക്റ്റ് ചെയ്യുക. ഇതൊക്കെ കാണുമ്പോൾ ഭഗവാനെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ, അതിന് ഞാൻ ഭക്തൻ അപ്പോഴും പറയാം, കാരണം ഭക്തൻ എന്നുള്ള ടൈറ്റിൽ നമുക്ക് തരുന്നത് ഭഗവാനാണ്. നമ്മളൊക്കെ വെറും ആരാധകരാണ്, കാര്യസാധ്യത്തിന് ആരാധിക്കൽ നടക്കുന്ന ആൾക്കാരാണ്, നാണമില്ല നമുക്ക്. അപ്പോൾ ഭഗവാനെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന, ഒരു നിസ്സഹായത, കടുത്ത ധാർമ്മിക രോഷം, ഇതൊക്കെ വരും. പക്ഷേ ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള കറക്ഷൻ മാത്രമല്ല, ഇതിൻ്റെ വേരുകൾ വളരെ അകത്താണ്. നമ്മളിപ്പോൾ ഈ പുറത്ത് കാണുന്നത് വെറും സിംറ്റംസാണ്. നമ്മൾ സിംറ്റത്തിന് ചികിത്സിച്ചിട്ട് കാര്യമില്ല. ബാഹ്യലക്ഷണങ്ങളെയാണ് നമ്മൾ ചികിത്സിക്കുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത്. ഈ കറപ്ഷൻ, ഈ പാരമ്പര്യത്തിൻ്റെ നാശം, ഭഗവാന്റെ പൂജകൾ മുടക്കുന്ന തന്ത്രിമാർ വരെയുള്ള കാലം, അല്ലെങ്കിൽ ഭഗവാന്റെ മുതൽ നിഷ്കരുണം കട്ടുകൊണ്ടുപോകുന്ന ഭരണക്കാർ വരെയുള്ള കാലം, ഇതൊക്കെ വെറും സിംറ്റംസാണ്. ഇതിൻ്റെ അഴുകൽ, ഇതിൻ്റെ പുഴുക്കുത്ത്, ഇതിൻ്റെ ഇൻഫെക്ഷൻ അത് വളരെ ഉള്ളിലാണ്. പല്ലിൻ്റെ കേട് പുറത്ത് കാണുമ്പോൾ വേദനിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഒരു എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ പറയും അത് അതിൻ്റെ വേരിൽ അകത്തെത്തിയിരിക്കണു, മോണയിലെത്തിയിരിക്കണു, തലയൊട്ടിയിലേക്ക് കയറിയിരിക്കണു. അപ്പോൾ അന്നത് തുടങ്ങുമ്പോൾ കാണാത്തതാണ്. അപ്പോൾ അകത്താണ് പ്രശ്നം. അതുകൊണ്ട് അകത്ത് ശുദ്ധീകരണം വരികയും പുറത്ത് സംഘടിക്കുകയും ചെയ്യാതെ ഇത് കാര്യമില്ല. അകത്ത് ശുദ്ധീകരണം ഇല്ലാണ്ട് പുറത്ത് എന്ത് സംഘടിച്ചിട്ടും കാര്യമില്ല. പുറത്ത് സംഘടിക്കേണ്ടതും സത്യത്തിൻ്റെ പേരിലായിരിക്കണം. അകത്ത് സത്യത്തെ ഉപാസിച്ചിട്ട് വേണം അത് ശുദ്ധാവാൻ. ചില ആൾക്കാർ പറയും മോക്ഷം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ എന്താ പറയുക, ആധ്യാത്മിക സമ്പത്തിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾക്ക് പറയും ഇതൊക്കെ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് എന്താ കാര്യം, അവർക്ക് ജീവിതത്തിലെ പ്രാരബ്ധങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ശുദ്ധ മണ്ടത്തരം അവർ പറയണത്. ജീവിതത്തിലെ പ്രാരബ്ധത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. മനസ്സിനെ അടക്കുന്ന വിദ്യ പഠിക്കണമെന്ന് മാത്രമേ ഇന്ന് മോചിതനാവുള്ളൂ. അല്ലാതെ മന്ത്രം കൊണ്ടോ വഴിപാട് നടത്തിയിട്ടോ ഇന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ചിന്തിക്കുകയാണെങ്കിൽ വിഡ്ഢികളാണ് നിങ്ങൾ. ഇന്ന് നിങ്ങൾ രക്ഷപ്പെടും, നാളെ അടുത്ത പ്രശ്നം വരും ഇതിലും വലുത്. ആത്യന്തികമായിട്ട് ഇത് മുഴുവൻ ബാധിക്കുന്ന മനസ്സിന് കരുത്തുണ്ടാക്കുക എന്നുള്ളതാണ് ആധ്യാത്മികതയുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇത്രയും ആചാര്യന്മാർ ഈ തൊണ്ട പൊട്ടിയിട്ട് പ്രഭാഷണങ്ങൾ ചെയ്തിട്ടത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്ക് എന്താ കാര്യം? ഞങ്ങൾ വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട്. ഈ വിശ്വാസികൾ എന്ന് പറയണത് തന്നെ മഹാബദ്ധാണ്. സനാതനധർമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ പ്രപഞ്ച സത്യം അവിടെ ഉണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ മുകളിലൊന്നുമല്ല പ്രപഞ്ചസത്യം നിലനിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിനെ അനുഭവിക്കാം. വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല, അനുഭവത്തിൽ വരുത്തണം. അനുഭവത്തിൽ വന്നാൽ ഇത്രയും പ്രശ്നങ്ങളുടെ മുഴുവൻ ഒരു ഒറ്റമൂലി വരുന്നത്.
ഒരു ക്ഷേത്രത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ അത് വെറും സ്വർണ്ണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാസ്തുശില്പ ഘടനയോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കുറേ ചടങ്ങുകളുടെ വൈശിഷ്ട്യമോ അതൊന്നുമല്ല. അവിടെ പോയി തൊഴുന്ന ഭക്തരുടെ സമർപ്പണത്തോടു കൂടിയുള്ള ബോധത്തിലാണത്, അവരുടെ ബോധത്തിലാണ്. ഭക്തി ആണെങ്കിൽ അത് സത്യസന്ധമായിരിക്കും. ആരാധനയിൽ സത്യസന്ധതയില്ല, അവിടെ സ്വാർത്ഥതയുണ്ട്. ഞാൻ പലപ്പോഴും പല പ്രഭാഷണത്തിൽ പറയാറുണ്ട്, ഭഗവാൻ എനിക്ക് അങ്ങേ കണ്ടാൽ മാത്രം മതി, മോക്ഷം മാത്രം മതി എന്ന് പറയണത് പോലും ആഗ്രഹം പറച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ ഉദാത്തമൊന്നും ആവുന്നില്ല. എവിടെ ഒന്നും വേണ്ടാത്തവനായിരിക്കും ഭക്തൻ. ഒന്നും, അവൻ ഭഗവാനെ അനുഭവിക്കുക മാത്രമേ ഉള്ളൂ. നമ്മൾ ഭഗവാനോടുള്ള സമർപ്പണങ്ങൾ അതിനെ വഴിപാടെന്ന് വിളിക്കരുത്. മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കുന്നതാണ് വഴിപാട്. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഭഗവാനെ എല്ലാം അങ്ങോട്ട് കൊടുക്കുക വേണ്ട. ആ ഓഫറിങ് ആവണമെങ്കിൽ, സമർപ്പണം ആവണമെങ്കിൽ അത് ബോധത്തോട് കൂടിയിട്ട് എന്തോ ഒരു ചീട്ടെടുത്തു, എന്തോ കൊണ്ട കൊടുത്തു, അങ്ങനെയല്ല. ബോധത്തോട് കൂടിയിട്ട്, ബോധപൂർവം ഭക്തിപൂർവ്വമുള്ള സമർപ്പണം. അതേപോലെ തന്നെ ഓരോ ഭക്തനും അവൻ ചെല്ലുന്ന ക്ഷേത്രത്തിൻ്റെ ശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സ്വയം പ്രതിജ്ഞാബദ്ധനായിട്ട് വേണം ആ ക്ഷേത്ര സങ്കേതത്തിലേക്ക് ഓരോ ദിവസവും കടന്നു ചെല്ലാൻ. ഓരോരുത്തരും ഭഗവാനോട് സ്നേഹമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ അശുദ്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യില്ല. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ ക്ഷേത്രത്തിൻ്റെ ആധ്യാത്മിക ശക്തി 10 മടങ്ങ് കയറും. എന്തിനാണ് നമ്മൾ ഈ കലശങ്ങളും ഈ പുനരുദ്ധാരണവും നവീകരണവും എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ചടങ്ങുകൾ കണ്ടിട്ട് എന്തിനാ ചെയ്യണം? നമ്മൾ ആ ക്ഷേത്രം നശിപ്പിക്കുന്നത് കൊണ്ട് അതിനെ നിലനിർത്താൻ വേണ്ടി ചെയ്യണം മെയിൻ്റനൻസ് വർക്കാണ്. നമ്മുടെ വിചാരം ഇതൊക്കെ എന്തോ വലിയ ഉത്സവങ്ങളാണെന്നാ. ഒരു ഡാമേജ് കൺട്രോൾ, ഒരു റിപ്പയറാണ് നടക്കുന്നത് ഒരു സഹസ്രകലശം എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഗുരുവായൂരപ്പനാണെങ്കിൽ ആണ്ട് എല്ലാ വർഷവും റിപ്പയറാണ്. ആ റിപ്പയർ ഉണ്ടാക്കണ ആരാ? അവിടെ പോകുന്നത് നമ്മളാണ്. നമ്മുടെ മനസ്സിലെ ദുഷ്ടചിന്തകൾ കൊണ്ട് ആരെങ്കിലും നശിക്കണമെന്ന് പ്രാർത്ഥിക്കുക, സ്വാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകൾ. നമ്മൾ കരുതുന്നതിൻ്റെ അപ്പുറമാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തി. നമ്മൾ മനസ്സ് വിചാരിക്കുന്ന ഓരോന്നും ആ ഭഗവാന്റെ പിഞ്ചുമേനിയിൽ ബ്ലേഡ് കൊണ്ട് വരയ്ക്കണ മാതിരിയാണ്. ഇതൊന്നും മനസ്സിലാക്കാനോ അന്വേഷിക്കാനോ ആർക്കും വയ്യ. ചോദിച്ചാൽ പറയും ഞങ്ങൾ സാധാരണക്കാരാണ്. എല്ലാവരും സാധാരണക്കാരാണ്. ഈ ലോകത്തിൽ ദിവ്യനായിട്ടെന്ന് പറയാൻ ദിവ്യത തിരിച്ചറിയണമോ മാത്രമേ ദിവ്യനുള്ളൂ. എല്ലാവരും സാധാരണക്കാരാണ്. ദിവ്യതയെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കൊണ്ടും ദിവ്യനാവുന്നില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രായശ്ചിത്തം പുറത്ത് എന്തെങ്കിലും നാശം സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ക്ഷേത്ര സംസ്കാരത്തിനും ആധ്യാത്മിക സംസ്കാരത്തിനും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരേ ഒരു പ്രായശ്ചിത്തം എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് ശരിയായ ചിന്തയും ശരിയായ ബോധവും ഉണർത്തിയെടുക്കുക ആദ്യം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഭക്തർ അഥവാ സാധകർ എന്ന് നമ്മൾ എന്ത് പേരിട്ട് നമ്മളെ വിളിച്ചാലും നമ്മൾ ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നൊരു ആന്തരിക സാധന നമ്മൾ ഇതിനു വേണ്ടി മാത്രം ചെയ്തേക്കണം. മനസ്സിൽ ചെയ്താൽ മതി, ആരോടും പെർമിഷൻ ചോദിക്കണ്ട. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അതുമാത്രം ചെയ്താൽ മതി. നിങ്ങൾ മഹാക്ഷേത്രങ്ങൾക്ക് വേണ്ടി ചെയ്യണം നിർബന്ധമില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദേവൻ ഇരിക്കണം. ഇപ്പോൾ കൊടുങ്ങല്ലൂരമ്മ, അല്ലെങ്കിൽ വടക്കുന്നാഥൻ, അല്ലെങ്കിൽ രാജരാജേശ്വരൻ, അല്ലെങ്കിൽ പത്മനാഭൻ, ശ്രീ പത്മനാഭസ്വാമി, അല്ലെങ്കിൽ എന്താ പറയുക ഗുരുവായൂരപ്പൻ, പഴനിയാണ്ടവൻ, ഏതാ നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടദേവൻ്റെ ക്ഷേത്രം ആ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടും, നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രവും മറ്റൊരു വലിയ ക്ഷേത്രത്തിനും വേണ്ടിയിട്ട്, ആ ക്ഷേത്രത്തിൻ്റെ ശുദ്ധിക്ക് വേണ്ടി, ആ ക്ഷേത്രത്തിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ ക്ഷേത്രത്തെയും കൂടെ ഉൾപ്പെടുത്തും. ആ ക്ഷേത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ചിലരിക്കുന്നത് ഭഗവാൻ എന്തിനാണ് നമ്മുടെ പ്രാർത്ഥന? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്തെ പിടിച്ച് ഒരു കല്ല് കൊണ്ടുവന്നിട്ട് ബന്ധിച്ച് അതിൻ്റെ ചൈതന്യത്തെ അവിടെ വെച്ച് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ അതിനെ നന്നായി നോക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അത് അകത്തിരിക്കുന്ന പൂജാരിമാരുടെ മാത്രമല്ല, നമ്മുടെയും റെസ്പോൺസിബിലിറ്റി. അത് വലിയൊരു വിഷയമാണ്. കുറേ പറയാനുണ്ട്. അത് പറയുകയാണെങ്കിൽ ആ വഴിക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഗ്രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ദേവതയുടെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടും അതിൻ്റെ ശുദ്ധിക്കും നല്ല നടത്തിപ്പിനും അതിൻ്റെ ബലത്തിനും അവിടെ ചൈതന്യവർദ്ധനവിനും വേണ്ടിയിട്ട് നിങ്ങൾ ആ ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുക.
ഭഗവാനെ ഓർമ്മപ്പെടുത്തുക. ഭഗവാന്റെ ധാമം, ഭഗവാന്റെ താമസ സ്ഥലത്തെ ഭഗവാൻ തന്നെ സംരക്ഷിക്കണേൻ്റെ ആവശ്യകത ഭഗവാനെ ഓർമ്മപ്പെടുത്തുക. അതിൽ ആശ്ചര്യപ്പെടാനോ എന്താ, ഭഗവാൻ എല്ലാം അറിയില്ലേ? ഇപ്പം നമ്മൾക്ക് നമ്മളെക്കുറിച്ച് പലതും അറിയില്ല. നമ്മുടെ വീട്ടിലുള്ളവരിൽ ഓർമ്മിപ്പിക്കുക നമ്മുടെ അടുത്ത് പല കാര്യങ്ങളും. എന്താ നിങ്ങളിന്ന് ഈ മരുന്ന് കഴിച്ചില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്യില്ലേ, നമ്മൾ 100,000 കാര്യങ്ങൾ അതേപോലെ തന്നെ കണ്ടാൽ മതി. വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ എപ്പോഴും പറയണതുകൊണ്ടാണ് ഭഗവാനുമായിട്ട്. ഭഗവാനെ പിടിച്ചിട്ട് നിങ്ങൾ ദന്തഗോപുരത്തിൽ ഇരുത്തരുത്. നിങ്ങൾ ദിവസം ജപിക്കുന്നതിൻ്റെ ജപത്തിൻ്റെ ഒരു ഭാഗം ആ ഭഗവാന്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സമർപ്പിക്കുക. ആ ക്ഷേത്രത്തിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടി, അവിടെ വന്നുകൂടിയിട്ടുള്ള ദുഷിപ്പുകൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശത്രുസംഹാര മന്ത്രം ജപിച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമായിട്ട് ജപിക്കുക. അതിനുവേണ്ടി മാത്രം ഒരു പ്രാവശ്യം വിഷ്ണു സഹസ്രനാമോ ലളിതാ സഹസ്രനാമോ ശിവസഹസ്രനാമോ സുബ്രഹ്മണ്യ സഹസ്രനാമോ ഗണപതി സഹസ്രനാമോ എന്താ വെച്ചാൽ ചെല്ലുക. അങ്ങനെ മനസ്സ് തോന്നുന്ന ഒരു നിഷ്ഠയുണ്ടാക്കുക നമുക്കല്ലാതെ ആ ക്ഷേത്രത്തിന് വേണ്ടി. കാരണം ആ ക്ഷേത്രം നന്നായിട്ടിരുന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഏതൊക്കെയോ അച്ഛനമ്മമാരുടെ മക്കളായിട്ടുള്ള എത്രയോ കോടി ആൾക്കാർക്ക് ആ ചൈതന്യം കൊണ്ട് ഗുണമുണ്ടാവും. നമ്മൾ ഓരോരുത്തരും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ, നമ്മുടെ പ്രാർത്ഥന കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേരുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാണ്ട് നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ആലോചിച്ച് നോക്കൂ. ഭഗവാൻ നമുക്ക് തരുന്ന എത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നിത്യം ഭഗവാന്റെ സൗഖ്യം എന്ന് പറഞ്ഞിട്ടുള്ള സങ്കല്പം, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സങ്കല്പം വെച്ച് ചെയ്യുന്ന ഒരു 3 ജപം പോലും, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റിൻ്റെ ജപം പോലും വലിയ പവറുള്ളതാണ്. കാരണം ഈശ്വരശക്തി എപ്പോഴും പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്നത് സത്യസന്ധതയെ തോണിയാക്കിയിട്ടാണ്. സത്യസന്ധതയിലാണ് ഈശ്വരശക്തി സഞ്ചരിക്കുന്നത്. അല്ലാണ്ട് കുറേ ബഹളത്തിലോ കുറേ കാട്ടിക്കൂട്ടലിലോ കുറേ വസ്ത്രധാരണത്തിലോ കുറേ രുദ്രാക്ഷം ധരിക്കലിലോ തുളസി ധരിക്കലിലോ നെറ്റിയിൽ കുറിവാരി പൂശലിലോ അല്ലെങ്കിൽ അങ്ങോട്ട് മാറുക ഇങ്ങോട്ട് മാറുക എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് കുറേ ദിവ്യന്മാരിങ്ങനെ പോണ സമയത്ത് ഉണ്ടാക്കുന്ന ബഹളങ്ങളിലോ ഒന്നുമല്ല. നമ്മളൊരു സാധാരണക്കാരൻ വിചാരിച്ചാൽ, ഒരു ഗൃഹസ്ഥ വിചാരിച്ചാൽ ചെയ്യാൻ സാധിക്കാത്തതൊന്നുമില്ല. അതിനുള്ള പവർ ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആന്തരിക സാധന, അതാണ് ഒന്നാമത്തെ കാര്യം. ആ ആന്തരിക സാധന ഭഗവാന്റെ അഭിവൃദ്ധിക്കും ക്ഷേത്രാഭിവൃദ്ധിക്കും വേണ്ടി ചെയ്യുക. 1. രണ്ടാമത്തെ വിഷയം, കൂട്ടായിട്ടുള്ള ബോധം വളർത്തുക. പുറത്ത് അതെങ്ങനെ? ക്ഷേത്രങ്ങളിൽ മാത്രമല്ലാണ്ട് വീടുകളിൽ തന്നെ, ആരുടെയെങ്കിലുമൊക്കെ വീടുകളിൽ ചെറിയ ചെറിയ കൂട്ടായിട്ടുള്ള ജപങ്ങൾ സംഘടിപ്പിക്കുക, ഭജനകൾ സംഘടിപ്പിക്കുക, പാരായണീയം സംഘടിപ്പിക്കുക. നാരായണീയവും ദേവി ഭാഗവതവും ദേവി നാരായണീയവും മാത്രമൊന്നുമല്ല പാരായണം. കൂട്ടായിട്ടിരുന്ന് ജപിക്കുക. 1 മണിക്കൂർ 2 മണിക്കൂർ എന്തെങ്കിലും, അമ്മേ നാരായണ ദേവി നാരായണ, അല്ലെങ്കിൽ നാരായണ നാരായണ, അല്ലെങ്കിൽ രാമ കൃഷ്ണ കൃഷ്ണ, അല്ലെങ്കിൽ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ, അല്ലെങ്കിൽ ഭഗവാന്റെ ശംഭോ ശങ്കര സാംബ സദാശിവ, അങ്ങനെ എന്തെങ്കിലും സെലക്ട് ചെയ്ത് ചെയ്യൂ. ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ കടന്നു ചെല്ലാൻ സമ്മതിക്കില്ല. അപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ വർഷമല്ല, ഈ കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് ഞാൻ തൃശ്ശൂർ ഹാലാസി മഹാത്മ്യം ചെയ്യുന്ന സമയത്ത് അവിടെ 2 അമ്മമാർ എന്നോട് വന്നിട്ട് പറയാം, കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രം തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നൊരു ക്ഷേത്രം, ആ ക്ഷേത്രം അനവധി ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രം മാറ്റി നിർത്തിയ പിന്നെയും ധാരാളം ക്ഷേത്രങ്ങൾ, അതിൽപ്പെട്ടൊരു ക്ഷേത്രം. അവിടെ നാമം ജപിക്കാൻ സ്ത്രീകൾ അമ്മമാർ പോയിരുന്നു കഴിഞ്ഞാൽ അവരെ അവിടുന്ന് എണീപ്പിച്ച് ഓടിപ്പിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ ഉറക്ക കോളാമ്പിയിൽ ഉച്ചഭാഷിണിയിൽ പാട്ട് വെപ്പിക്കുക. ഇങ്ങനെ അവരുടെ ജപത്തിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഭരണസമിതി. അവരാ വിഷമം വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളത് ഒരു വിഷമമായിട്ടേ കാണാതെ പോയി അവിടെ ഇരുന്ന് ജപിക്കുക എന്നുള്ളത് തുടരുക. അതിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് പലപ്പോഴും സാധിച്ചു എന്ന് വരില്ല. ഇതിനെ എന്താ പറയുക, ഒരു എതിർക്കാൻ പോയിട്ട്. പക്ഷെ നമുക്ക് നമ്മുടെ വീടുകളിലിരുന്ന് ജപിച്ച് അത് ഭഗവാന് സമർപ്പിക്കാം. ക്ഷേത്രങ്ങൾ വൃത്തിയാക്കാം, അല്ലെങ്കിൽ അന്നദാനങ്ങൾ സംഘടിപ്പിക്കാം. നിങ്ങളുടെ കൂട്ടായ്മകളിൽ അത് ചെയ്യാം. ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് തന്നെ അത് ചെയ്യണമെന്നില്ല. എത്രത്തോളം സമാനമനസ്കരായിട്ടുള്ള വിശ്വാസികൾ എന്ന് നമ്മളിന്ന് വിളിക്കുന്ന ആൾക്കാർ കലക്റ്റീവായിട്ട് ഒന്നും ചെയ്യാത്തതാണ് പല സ്ഥലത്തെയും പ്രശ്നം.
ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ട് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒറ്റക്കെട്ടാവാൻ സാധിക്കില്ല. ലാളിത്യത്തോടു കൂടിയും വിനയത്തോടു കൂടിയും ആ ദേവൻ്റെ ശ്രേയസ്സിനും സമർപ്പണ ബുദ്ധിക്കും വേണ്ടി നിങ്ങൾക്ക് ക്ഷേത്രത്തിലല്ലാതെ തന്നെ നിങ്ങൾക്ക് അന്നദാനാദികൾ ചെയ്യാം. ഇനി ആവുന്ന പോലെ അനുവദിക്കുന്നത് പോലെ ക്ഷേത്രങ്ങൾ വൃത്തിയാക്കാം, ക്ഷേത്രങ്ങളുടെ പരിസരങ്ങൾ വൃത്തിയാക്കിയിടാം. കാടും പടലും പിടിച്ചു കിടക്കണ എത്രയോ അമ്പലങ്ങളുണ്ട്. ശമ്പളക്കാരായിട്ട് ജീവനക്കാരുണ്ടെങ്കിൽ അകത്ത് ചുറ്റമ്പലത്തിൽ അടിച്ചു വാരി വൃത്തിയാക്കാത്ത ക്ഷേത്രങ്ങളുണ്ട്. നമ്മളെന്തെങ്കിലും സഹായിക്കാൻ പോയാൽ പറയാം ഞങ്ങളുടെ ജോലിയാണ്, നിങ്ങളെ ചെയ്യാൻ പാടില്ല എന്നും പറയും. എന്നാൽ അവരോട്ട് വൃത്തിയാക്കൂല. അങ്ങനത്തെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. ഇങ്ങനെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാത്ത നമ്മളാണ് എവിടെയോ ഇരിക്കണം. നമുക്ക് സ്വർണ്ണമാണ് നമ്മുടെ വിഷയം. നമുക്ക് അയ്യപ്പനോ ഗുരുവായൂരപ്പനോ ഒന്നുമല്ല വിഷയം. സ്വർണം അടിച്ചു മാറ്റിയതാണ് നമ്മുടെ വിഷയം. ക്ഷേത്രത്തിലെ ദേവൻ്റെ ചൈതന്യം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കണു എന്ന് ആരും ചിന്തിക്കുന്നില്ല. മനുഷ്യൻ്റെ ദുരയും ആർത്തിയുടെയും ലക്ഷണമാണ് ഇതിന് മാത്രം ഉണ്ടാകുന്ന സെലക്റ്റീവായിട്ടുള്ള റെസ്പോൺസുകൾ പോലും. യഥാർത്ഥത്തിലുള്ള പ്രശ്നം സ്വർണ്ണോ വെള്ളിയോ ഒന്നുമല്ല. അല്ലാതെ ഞാൻ എന്താ പറയുക, അത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കത് എങ്ങനെയാണ് അത് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വർഷങ്ങളായിട്ട് കണ്ട് വേദനിച്ച അനവധി വിഷയങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലേക്ക് വരിക. അതുകൊണ്ട് രണ്ടാമത്തെ ചെയ്യാവുന്ന കാര്യമായിട്ട് പറഞ്ഞാൽ കലക്റ്റീവ് അവയർനെസ് ഉണ്ടാക്കുക, സംഘം ചേർന്നുള്ള ജപം. അപ്പോഴാണ് യഥാർത്ഥ സത്സംഗമാവുന്നത്. ഓരോ വീടുകളിലും നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അയ്യപ്പസ്വാമിക്ക് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടും, അതല്ലെങ്കിൽ ഗുരുവായൂരപ്പന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടും, പിഷാരിക്കാവിന് വേണ്ടിയിട്ടും, നിങ്ങളുടെ മനസ്സിൽ ഏത് ദേവതയാണോ നിങ്ങൾ ആരാധിക്കുന്നത്, നിങ്ങൾ ആ ദേവതയുടെ ക്ഷേത്രത്തിനും വേണ്ടിയിട്ട്, ശ്രേയസ്സിനും വേണ്ടിയിട്ട്, അതേമാതിരി തന്നെ നിങ്ങളുടെ ഗ്രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ജപങ്ങൾ സംഘടിപ്പിക്കുക. ഞാനിതൊക്കെ ആശയങ്ങളാണ് പറയണത്. ഇതിനൊക്കെ നിങ്ങൾക്കൊക്കെ കൂടുതൽ ആശയങ്ങളുണ്ടാവും, വിപുലീകരിക്കാം. അതുമാതിരി തന്നെ പരിസരത്തുള്ള ക്ഷേത്രങ്ങളുടെ മതിലുകളോട് ചേർന്ന് നിൽക്കുന്ന പുറത്ത് വളരുന്ന പാഴ്ചെടികളും മറ്റുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതൊന്ന് വൃത്തിയാക്കിയിടാൻ. ഇനി നിങ്ങൾക്ക് ശരീരം കൊണ്ട് പറ്റില്ലെങ്കിൽ അതിനു വേണ്ടി ആരെങ്കിലും ഏർപ്പാടാക്കിയിട്ടെങ്കിലും ചെയ്യുക. അത് കമ്മിറ്റിക്കാർ തന്നെ ചെയ്തോളാം, അതല്ലെങ്കിൽ അത് ദേവസ്വത്തിൻ്റെ ഇതാണെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ അറിഞ്ഞെടുത്ത് നമ്മളാൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെ രീതിയിൽ, ഇതൊന്നും നമ്മളൊക്കെ മുതിർന്ന ആൾക്കാരല്ല, ഇതൊന്നും കൂടുതൽ വിസ്തരിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതേമാതിരി തന്നെ ആ ദേവതയെ മുൻനിർത്തിക്കൊണ്ട് ആ ദേവതയുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് അന്നദാനം ചെയ്യുക. അന്നദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വെക്കാനുള്ള ആൾ ഉച്ചയാകുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ട് ഊണ് കഴിക്കലല്ല. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ വകയില്ലാത്ത ആർക്കെങ്കിലും കൊടുക്കുക. അതാണ് അന്നദാനം. അത് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾ എവിടെ ചെയ്താലും കുഴപ്പമില്ല, അതാ ഭഗവാന് വേണ്ടിയിട്ടാണെന്നുള്ള സങ്കല്പത്തിൽ ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മൾ പലതും ചെയ്യുമ്പോൾ പുണ്യവൃത്തി എന്ന് പറയും. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്ഷേത്രത്തിനെ ചൂഴ്ന്നു വരും, നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ സത്പ്രവർത്തികൾ കൊണ്ടും. അത് നമ്മളെ ഇന്ന് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ആ ക്ഷേത്രങ്ങളിൽ ഉണ്ടാക്കുന്ന നെഗറ്റിവിറ്റിയെ ന്യൂട്രലൈസ് ചെയ്ത് കളയും, നശിപ്പിച്ചു കളയും. അത്യാഗ്രഹം കൊണ്ടും അശ്രദ്ധ കൊണ്ടും ക്ഷേത്രങ്ങളിൽ വരുന്ന ഭീകരതകൾ ആ ദേവന് സഹിക്കാവുന്നതിലപ്പുറമായിട്ട് മാറിയിരിക്കുകയാണ്. അത്യാഗ്രഹവും അശ്രദ്ധയും. അങ്ങനെ ഉണ്ടാവുന്ന ന്യൂനതകളെ മാറ്റാൻ നമ്മുടെ ഈ പ്രവർത്തികൾക്ക് സാധിക്കും. തന്ത്രി വന്ന് മന്ത്രപുരസരം ചെയ്യുന്ന നവീകരണാദികളോ ശുദ്ധിക്രിയകളോ പ്രായശ്ചിത്തവും പരിഹാരമൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇത്തരം പ്രവർത്തികൾ തന്നെ, സൽപ്രവർത്തികൾ തന്നെ, സമർപ്പിക്കുന്ന മനസ്സോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ ഒരു വലിയ സഹസ്രകലശത്തിൻ്റെ ഫലം ചെയ്യും. നിങ്ങൾ ചെയ്തു നോക്കൂ, അപ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം. അത് നിങ്ങൾക്ക് തരുന്ന ആന്തരിക തൃപ്തി, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും തരുന്ന പ്രകൃതിയുടെ അനുഗ്രഹം എത്രമാത്രമായിരിക്കും എന്നുള്ളത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. മൂന്നാമത്തെ കാര്യമാണ് തിരിച്ചറിയാനുള്ള കഴിവും ജാഗ്രതി. അത് വളർത്തിക്കൊണ്ടേയിരിക്കണം. പുതിയ തലമുറയിലും വളർത്തണം, വയസ്സായവർക്കും അത് വേണം. യഥാർത്ഥ ഭക്തി കണ്ണു കാണാത്തതല്ല, അന്ധവിശ്വാസമാണ് ഭക്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസമാണ് ഇത് എന്നൊക്കെ അങ്ങോട്ട് അടിച്ച് പറയണവനാണ് യഥാർത്ഥ അന്ധവിശ്വാസി. അവന് കണ്ണ് കാണില്ല. യഥാർത്ഥ ഭക്തിക്ക് കണ്ണ് അസ്സലെ കാണും, അതിന് നല്ല തെളിച്ചമാണ്. നമ്മൾ ക്ഷേത്രവിശ്വാസികൾ അഥവാ ആരാധകർ, ഭക്തരോ എന്തോ ആയിക്കോട്ടെ, ഭഗവാനെ സ്നേഹിക്കുന്നവർ ഒരു ക്ഷേത്രം എങ്ങനെ ഭരിക്കപ്പെടുന്നു, ഒരു ക്ഷേത്രത്തിൻ്റെ ഫണ്ടുകൾ എങ്ങോട്ട് പോകുന്നു, എന്തൊക്കെ തരം വരുമാനമാണ് ഒരു ക്ഷേത്രത്തിലുള്ളത്,
അവിടെ എത്ര ശമ്പളം കൊടുക്കുന്നുണ്ട്, അവിടെ എത്ര വഴിപാടിൻ്റെ റെസീറ്റ് വരുന്നുണ്ട്, ഓരോ വഴിപാടിൽ ഏത് വഴിപാടിലാണ്, ഇതൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. കാരണം ഇതൊരു എൻ്റർപ്രൈസാണ്. ഭഗവാനെ നമുക്ക് കിട്ടാൻ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിനെ നമുക്ക് സ്വയം പിടിച്ചു നിർത്താനുള്ള കഴിവുകേട് വന്നതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ പോയാലെങ്കിലും മനസ്സൊന്ന് ശാന്തമാവട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനത്തെ സ്ട്രക്ചറുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ പവറിനെ വെച്ചിട്ടുള്ളത്. അവനവൻ്റെ കഴിവ് ഉണ്ടായിരുന്നെങ്കിൽ ക്ഷേത്രങ്ങളുടെ ആവശ്യം വരില്ല. അതുകൊണ്ടാണ് ഉയർന്ന തലത്തിലെത്തുമ്പോൾ ഒരു ഘട്ടം എത്തുമ്പോൾ ജപം പോലും ആവശ്യമില്ലാതെ വരും. പക്ഷെ അതൊക്കെ വളരെ ഉയർന്ന തലങ്ങളാണ്. നമ്മൾ അന്തരീക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നത്, മനസ്സിനെ അടക്കാനുള്ള അന്തരീക്ഷങ്ങൾ. അതിൽ വളരെ ശക്തമായിട്ടുള്ളൊരു ഭാവമാണ് ക്ഷേത്രങ്ങൾ. അതിന് ഇന്നൊരു ബിസിനസ്, മണി മേക്കിംഗ് ആൻഡ് ലൈവ്ലിഹുഡ്, പല ആൾക്കാർക്കും ജീവസന്ധാരണം നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി. മാത്രമല്ല ഒരു കുടുംബത്തിൽ മാത്രം ഉള്ളവർ മാത്രം ചെയ്തുകൊണ്ട് പോയാൽ മതി എന്ന വിധത്തിലും കുറേ സ്ട്രക്ചറുകൾ കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരൊക്കെ അന്ന് ഉണ്ടാക്കി വെച്ചതിൻ്റെ വേറൊരു രൂപമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അറിവുള്ളവരാകുമ്പോൾ, നമ്മൾ ജാഗ്രതയുള്ളവരാകുമ്പോൾ, നമ്മൾ ആധ്യാത്മികമായിട്ട് നല്ല ഉറപ്പുള്ള മനസ്സുള്ളവരാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അധികാരത്തിൻ്റെയും ദുർവിനിയോഗം കുറയും. അധികാരത്തിൻ്റെ ദുർവിനിയോഗം പറഞ്ഞാൽ ക്ഷേത്രം ഭരിക്കണവർ മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ പൂജാദികൾ കൊണ്ടു നടക്കണു എന്ന് പറയണവരുടെയും അധികാര ദുർവിനിയോഗം ഭയാനകമാണെന്ന് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും. ആത്മാർത്ഥതയുള്ള, സത്യസന്ധതയുള്ള എത്രയോ തന്ത്രിമാരും അർച്ചകന്മാരും ഉണ്ട്. പക്ഷെ അവരുടെ പേര് മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിലാണ് പലരും പെരുമാറുന്നത്. ഇന്ന് പലർക്കും ഭഗവാനെക്കാട്ടിലും വലിയ സെലിബ്രിറ്റികളാണ് അവർ, അല്ലെങ്കിൽ ഭഗവതിയെക്കാട്ടിലും വലിയ സെലിബ്രിറ്റികളാണ് അവർ. അവരെ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുക, അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, അവർക്ക് വേണ്ട സുഖസൗകര്യങ്ങൾ കൊടുക്കുക. ഭഗവാനെ അപ്പുറത്ത് നരകത്തിലിട്ടിട്ടാണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശ്വരനെ ആരാധിക്കുന്നവനെ, ഉള്ളിൽ ഉപാസനയുള്ള, ആന്തരിക സാധനയുള്ള ഒരു ഭക്തനെ തിരിച്ചറിയാൻ സാധിക്കും. ഞങ്ങളെങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് ചോദിക്കണത് ആരാ? അവനവൻ്റെ അകത്ത് ഭഗവാനെ തെളിച്ച് കാണാൻ പറ്റാത്ത ആളാണ്, അവനവനോട് സത്യസന്ധത ഇല്ലാത്ത ആളാണ്. ഉള്ളിൽ കപടത ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തും കപടത തിരിച്ചറിയാൻ പറ്റില്ല. നമ്മുടെ അകത്ത് കപടത ഉണ്ടെങ്കിൽ പുറത്ത് തിരിച്ചറിയാൻ സാധിക്കില്ല. അവിടെ ജെനുവിനായിട്ടൊരാളെ സംശയിക്കുകയും ചെയ്യും. അപ്പോൾ ജെനുവിനായിട്ടുള്ള ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, അത് ആശ്രമങ്ങളാവട്ടെ, അല്ലെങ്കിൽ വേദപാഠശാലകളാവട്ടെ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളാവട്ടെ, അതിനെയൊക്കെ ആവുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക. സത്യസന്ധരും ഉപാസകരുമായിട്ടുള്ള യഥാർത്ഥ അർച്ചകന്മാരെയും തന്ത്രിമാരെയും സപ്പോർട്ട് ചെയ്യുക. ഈഗോയും പണക്കൊഴുപ്പും അധികാരവും കാണിക്കുന്ന എന്ത് സംവിധാനങ്ങൾ, അത് ചെറിയ ക്ഷേത്രത്തിലോ വലിയ ക്ഷേത്രത്തിലോ വന്നാൽ അതിന് പോഷകം കൊടുക്കൽ നിർത്തുക. ഒരു തരത്തിലും കൊടുക്കരുത്. ഞാൻ പല സ്ഥലത്ത് പ്രഭാഷണത്തിൽ പറഞ്ഞു, നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മളെ തിരിഞ്ഞു പോലും നോക്കാത്ത ആളെ നമസ്കരിക്കരുത്. കാരണം നമ്മൾ നമസ്കരിക്കുന്നത് നാളെ കത്തിച്ചാമ്പലാൻ പോണ ശരീരത്തിനല്ല, നമ്മളത് ഭഗവാന്റെ പ്രാതിനിധ്യം കണ്ടിട്ടാണ്. ഭഗവാനെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അതുകൊണ്ട് ആ നമസ്കരിക്കപ്പെടുന്ന ആൾക്ക് ഈക്വൽ ഓർ ഹയർ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. തൻ്റെ മുന്നിൽ നമസ്കരിക്കുന്നത് തന്നെയല്ല നമസ്കരിക്കുന്നത്, ഭഗവാനെയാണ് നമസ്കരിക്കണമെന്ന്. ഈ മുന്നിൽ നമസ്കരിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്നുള്ള ബോധം വേണം. അത് നമസ്കരിക്കുന്നതും ഭഗവാനാണ്. ആ ബോധത്തോട് കൂടിയിട്ട് ഇടപെടാത്തവനെ ഒരിക്കലും നമസ്കരിക്കാൻ പോരുത്. ഭഗവാന്റെ മുന്നിലല്ലാണ്ട് ഒരുത്തിൻ്റെ മുന്നിൽ നട്ടല് വളച്ച് നിൽക്കാനും പോരുത്. ക്ഷേത്ര സങ്കേതത്തിൻ്റെ അകത്ത് പ്രത്യേകിച്ചും ഒരു കാര്യം മാത്രം എപ്പോഴും ഓർക്കുക, നമ്മുടെ ക്ഷേത്രങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് ആ ക്ഷേത്രങ്ങളിൽ ചെന്ന് ആരാധിക്കുന്ന നമ്മളെ തന്നെയാണ്. നമ്മളെങ്ങനെയാണോ അങ്ങനെ ആയിത്തീരും ആ ക്ഷേത്രവും. നമ്മുടെ സംസ്കാരം നശിച്ചാൽ ആ ക്ഷേത്ര സംസ്കാരം നശിക്കും. നമ്മുടെ സംസ്കാരം ബലപ്പെട്ടാൽ ക്ഷേത്ര സംസ്കാരം ബലപ്പെടും. അപ്പോൾ നമ്മുടെ സംസ്കാരം എങ്ങനെ ബലപ്പെടും? നമ്മുടെ ആന്തരികമായ ശ്രീകോവിലുകൾ ശുദ്ധമാക്കി വയ്ക്കുക. ശുദ്ധമായ ചിന്തകൾ, ശുദ്ധമായ വാക്ക്, ധർമ്മത്തിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തികൾ, ഇതൊക്കെ ഉണ്ടായാൽ പുറത്തുള്ള ക്ഷേത്രങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതിനെ പ്രതിഫലിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും
ബോധപൂർവം ജ്വലിക്കുന്ന നാളങ്ങളായിട്ട് മാറണം. അങ്ങനെ മാറിയാൽ മാത്രമേ ഈ ഇരുട്ട് ഇവിടുന്ന് പോവുള്ളൂ. ഇതാണ് ആചാരങ്ങളെ വളച്ചൊടിക്കുകയോ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യണേനുമുള്ള സൊല്യൂഷൻ. ഇതാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സൊല്യൂഷൻ. അകത്ത് ശുദ്ധമാക്കി ചൈതന്യം വർദ്ധിപ്പിക്കുക, തന്നെ പുറത്ത് ശുദ്ധമായിട്ട് ചൈതന്യം വർദ്ധിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ മതി. ഹിന്ദു സമൂഹത്തിൽ ഓരോരുത്തരും ഇത് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം അഭിവൃദ്ധിപ്പെടും. ഒരു സംശയവും വേണ്ട അതിൽ. ഒരു സാധാരണ ഭക്തൻ അല്ലെങ്കിൽ ഭക്തയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചതിനുള്ള ഏറ്റവും താത്വികമായിട്ടുള്ളൊരു ഉത്തരം ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കണം. അവിശ്വാസികളാണ് അതിൽ പലരും. അവർക്ക് ആ ക്ഷേത്രത്തിലെ സ്വർണവും പണവും എടുത്തുകൊണ്ട് പോകാൻ മാത്രം താല്പര്യമുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതും വളരെ ആഴമുള്ള, വളരെ വേദനാജനകമായിട്ടൊരു ചോദ്യമാണ്. ഇത് ഒരേ സമയം ധർമ്മത്തിനെയും ജനാധിപത്യത്തിനെയും തൊടുന്നതാണ്. പോയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ക്ഷേത്രങ്ങൾ ഭരിക്കാൻ തുടങ്ങിയത് ജനാധിപത്യത്തിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ടാണ് സംഭവിച്ചത്. ജനാധിപത്യത്തിൽ ആർക്കും അവകാശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി? അവസരവാദികൾക്കും അതേമാതിരി തന്നെ അവിശ്വാസികൾക്കും ക്ഷേത്രങ്ങളുടെ സ്വത്തിനെയും അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളുടെ അധികാരങ്ങളെയും മുഴുവൻ വിനിയോഗിക്കാനുള്ള കഴിവ് വന്നു. 10ാം ക്ലാസ്സും ഗുസ്തിയും പഠിച്ച് നടക്കണമെന്ന് പോലും പോയിട്ട് ക്ഷേത്രത്തിൽ നടക്കണ പൂജയുടെ അഭിപ്രായം പറയും. 8ഉം 10ഉം കൊല്ലം തന്ത്രം കഷ്ടപ്പെട്ട് പഠിച്ച ആളെ പരിഹസിക്കണം. ഒരു കസവുമുണ്ടും പുതച്ച് വന്ന് നിന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നോമിനിയായിട്ട് കയറിയിട്ട് തലമുറയായിട്ട് ഭഗവാനെ സേവിക്കുന്ന ആൾക്കാരെ സസ്പെൻഡ് ചെയ്യാനും വിരട്ടാനും ചീത്ത വിളിക്കാനും ഒക്കെ അവന് കുറച്ച് കാലത്തേക്കും കുറച്ച് കാലം ജനാധിപത്യമാണ് അധികാരം കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധമായിട്ടുള്ള നമ്മുടെ ക്ഷേത്ര സങ്കേതങ്ങൾ മുഴുവൻ അധാർമികമായിട്ടുള്ള ഒരു കോളനിവൽക്കരണം നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിനെ എങ്ങനെ എതിരിടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തല്ലിയിട്ടോ അടിച്ചിട്ടോ ഓടിച്ചിട്ടോ അല്ല, ധാർമ്മികമായ ബുദ്ധിപൂർവമുള്ള സംഘടിതമായിട്ടുള്ള നിയമപരമായിട്ടുള്ള വഴികളിൽ കൂടെ മാത്രമേ നമുക്ക് ഇതിനെ വേരോടെ പറിച്ചു കളയാൻ പറ്റുള്ളൂ. നമ്മൾ കുറേ ബഹളം ഉണ്ടാക്കിയിട്ടോ റിയാക്ഷൻ ഉണ്ടാക്കിയിട്ടോ കുറേ അവരെ എതിർക്കണതിൻ്റെ ഇടയിൽ ഇവിടെ കുറേ ജാതി പറഞ്ഞ് തമ്മിൽ തല്ലും. ഇതൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. മേൽജാതി കീഴ്ജാതി അങ്ങനെ ഇങ്ങനെ ഈ മേൽജാതി കീഴ്ജാതി ഒക്കെ വെച്ച് കളിപ്പിക്കുന്നത് നമ്മൾ സംഘടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന്, ഭക്തന്മാരുടെ ശക്തി ഒരു പൊതു ബോധമായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കണം. അതിനെ ഭക്തിശക്തിയാണ്. കാരണം ക്ഷേത്രങ്ങളുടെ ഊർജം എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രസി അല്ല, അധികാരത്തിൽ നിന്നല്ല ഇതിന് ശക്തി കിട്ടുന്നത്, ഭക്തിയുടെ ശക്തി എന്നാണ്. ഗുരുവായൂർ പോലുള്ളൊരു ക്ഷേത്രത്തിനെ മഹാക്ഷേത്രമാക്കണത് ഭക്തന്മാരാണ്. ഉണർച്ച വന്നിട്ടുള്ള ഒരു ഭക്തൻ മതി. അവൻ നേരിട്ട് കാണുമ്പോൾ അവൻ ഒരുത്തനല്ലേ, അവൻ എന്ത് ചെയ്യാനാണ്, അവൻ പവർലെസ്സാണ്, അവൻ യാതൊരു ശക്തിയില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ അവനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് 1000 പേരുണ്ടായാൽ അവരുടെ പ്രാർത്ഥനയും അവരുടെ അച്ചടക്കവും അത് മാത്രം, അങ്ങനെ ഉണ്ടാകുന്നൊരു സാഗരം മാത്രം മതി ഏത് അധികാരസ്ഥാനത്തിനും ഒന്ന് മുട്ടിടിക്കാൻ. അവിടെ രാഷ്ട്രീയമല്ല കൊണ്ടുവരേണ്ടത്. ക്ഷേത്ര സംരക്ഷണ സമിതികൾ പോലും ഇന്ന് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് മതത്തിൻ്റെ പേരിലുള്ള അജിറ്റേഷൻസ്, സമരങ്ങളല്ല വേണ്ടത്. നമുക്ക് സംസ്കാരങ്ങൾ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് വേണ്ടത്. റിലീജിയസ് അജിറ്റേറ്റേഴ്സ് അല്ല, ഹെറിറ്റേജ് ഗാർഡിയൻസ്. അതാ വേണ്ടത്. നമുക്ക് ധർമ്മത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തട്ടിൽ നിന്നിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കണം. വെറുപ്പിൻ്റെ ഭാഷയല്ല അവിടെ വരേണ്ടത്.
അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മോറൽ അതോറിറ്റി ഉള്ളൂ. നമ്മൾ പറഞ്ഞതിൽ ധാർമ്മികമായിട്ടുള്ള അടിത്തറ വരുള്ളൂ. നമ്മൾ ഒരു ഇന്നത്തെ കാലത്ത് ധർമ്മത്തിന് എന്താ വില, ശാന്തമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ബഹളം ഉണ്ടാക്കണം. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഞാനൊരു സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ പോയി പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് കുറേ ചെറുപ്പക്കാർ വന്നിട്ട് പരിചയപ്പെട്ടിട്ട് പറഞ്ഞു, ശരത്തേട്ടൻ്റെ പ്രഭാഷണങ്ങളൊക്കെ ഞങ്ങൾ പലരും കേൾക്കാറുണ്ട്, ഞങ്ങൾക്ക് പലതും മനസ്സിലാവാറൊന്നുമില്ല, എന്നാലും ഞങ്ങൾ ശരത്തേട്ടനോടൊരു കാര്യം പറയണം, ആരെങ്കിലും അടിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ 300 പേരുണ്ട്. ഞാൻ പറഞ്ഞു, കുട്ടികളെ എനിക്ക് ആരെയും തല്ലണം പ്ലാനൊന്നുമില്ല, ഈ രീതിയിൽ ധർമ്മം വളർത്തിയിട്ടും കാര്യമില്ല എന്ന് വെച്ചിട്ട് ചോമ്പേരികളാവുക, ഒന്നിനും കൊള്ളാത്തവരാവുക, തല്ലും വാങ്ങി മിണ്ടാണ്ടിരിക്കുക എന്നല്ല. അടിക്കേണ്ടവിടെ അടിക്കുക തന്നെ വേണം. പക്ഷേ നമ്മുടെ അകത്ത് ബലമില്ലാണ്ട് പുറത്ത് എന്ത് ബലം കാണിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ളൊരു ബോധം വേണം. പരമശാന്തനും മനസ്സിനെ അടക്കിയവനും മാത്രമേ പയറ്റിൽ തെളിയുള്ളൂ. കളരിയിൽ അങ്ങനെയല്ലേ, മനസ്സ് അടക്കിയതിന് ശേഷമാണ് മുറ പ്രയോഗിക്കുന്നത്. അല്ലാണ്ട് വയലൻസ് കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. മറ്റൊരു മതസ്ഥൻ്റെ ആരാധനാലയത്തിൽ സർക്കാർ ഒന്ന് പോയിട്ട് തൊട്ടാൽ ഭയങ്കര ബഹളമാണ്. അത് പക്ഷേ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല. കാരണം ഹിന്ദുവിനാണ് അതിൻ്റെ ബോധവും ഐക്യവും ഇല്ലാത്തത്, ഹിന്ദുവിനാണ് അതിൽ രോഷമില്ലാത്തത്. ഹിന്ദു എന്ന പേര് മാത്രമേ ഉള്ളൂ. കരഭാത്രിജി മഹാരാജ് പണ്ട് ഗുജറാത്തിൽ പറഞ്ഞിട്ടുണ്ട്, വേദവും ശാസ്ത്രങ്ങളും ഒക്കെ പറഞ്ഞതനുസരിച്ചിട്ട് ജീവിക്കുന്നവനെ മാത്രമേ ഹിന്ദു എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അതിന് പുതിയ അർത്ഥം കണ്ടെത്തും, അതിൽ കുറേ വെള്ളം കലക്കും, പുതിയ രീതിയിൽ ഡയല്യൂട്ട് ചെയ്ത് ഉണ്ടാക്കുകയും ചെയ്യണവനെ ഒന്നും ഹിന്ദു എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന്. ഇന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹിന്ദു ഇല്ല, നമ്മളെല്ലാം ഡയല്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. രാഷ്ട്രീയത്തിൻ്റെ നിയന്ത്രണം ക്ഷേത്രങ്ങളിൽ എപ്പോഴാണ് വരിക എന്നറിയോ? ഈ ഭക്തരെ അഥവാ വിശ്വാസികളെ എന്ന് പറയണ വർഗം തമ്മി തല്ലിയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാണ്ട് അവിടെ എന്ത് സംഭവിച്ചാൽ നമുക്കെന്താ, നമുക്ക് പോയിട്ട് വഴിപാട് നടത്തണം, ഭഗവാൻ നമുക്ക് കാര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന വർഗങ്ങളുള്ളവിടെ, ഞാൻ അവിടെ വർഗം എന്നാ പറയുക, ആ വർഗങ്ങളുള്ളവിടെയാണ് രാഷ്ട്രീയത്തിൻ്റെ പിടിമുറുക്കം വരിക. അല്ലാണ്ട് ഈ ധന്യത്തടിച്ച് നിലവിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഭക്തൻ്റെ കലക്റ്റീവ് കോൺഷ്യസ്നസ്, ഭക്തിശക്തിയെ സംഘടിതമായിട്ട് വളർത്തണം. വലിയ വലിയ നാമജപ ഗ്രൂപ്പുകൾ ഉണ്ടാവണം. 1000, 2000, 3000, 4000, 5000, 10000 പേര് നിന്നിട്ട് നാമജപം നടത്തുന്ന, വേറൊന്നും വേണ്ട, വിറയ്ക്കും. അത് ചെയ്യാൻ ധൈര്യമുള്ള ചെറുപ്പക്കാർ മുന്നോട്ട് വരണം, സംഘടിപ്പിക്കണം. പ്രായമായവരെ കൊണ്ട് സാധിക്കില്ല. പിന്നെ അവർ ഓൾറെഡി ഭഗവാന്റെ വഴികളിലേക്ക് എത്തിക്കഴിഞ്ഞു. പാരായണമായിട്ടും പലതുമായിട്ടൊക്കെ അവരാലാവുന്നത് ചെയ്യുന്നുണ്ട്. ചെറുപ്പക്കാർ വരണം. പിന്നെ ധാർമ്മികമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ, അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങൾ, ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്ഷേത്രങ്ങൾ, ദേവസ്വം ബോർഡുകളിലും മറ്റും കീഴ് വരാത്ത ക്ഷേത്രങ്ങളെ ആവുന്നത്ര പ്രോത്സാഹിപ്പിക്കണം. വിളക്ക് പോലും വയ്ക്കാൻ വകുപ്പില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പം നമ്മളാവുന്ന വരിയൊക്കെ ചെയ്യുന്നുണ്ട്. 18 സ്റ്റെപ്സിൽ വരുന്ന സകല ദക്ഷിണയും പോകുന്നത് ഇങ്ങനത്തെ ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്കാണ്. നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഗുരുവായൂരപ്പൻ നമുക്ക് വിളക്ക് തെളിയാതിരുന്നിട്ടുള്ള പല അമ്പലങ്ങളിലും കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ പൈസയെങ്കിലും ശമ്പളം വകയിലെങ്കിലും നമുക്ക് കൊടുപ്പിക്കാൻ സാധിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. സൈലൻ്റായിട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു ചോദ്യങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രഭാഷണം പോലെ, അഥവാ ഇത് എൻ്റെ ഒരു പങ്കുവെക്കലാണ് നിങ്ങളുമായിട്ട്. ഇതൊരു പ്രഭാഷണമായിട്ട് പോലും കാണണം. മാനേജ്മെൻറ്റ്, ക്ഷേത്രത്തിൻ്റെ മാനേജ്മെൻറ്റ് എപ്പോഴും ധാർമ്മികമായിട്ടുള്ള കൂട്ടങ്ങളിലേക്ക് വേണം മാറ്റാൻ. അതിന് സത്യസന്ധരായിട്ടുള്ള ആചാര്യന്മാർ ആദ്യം ഉണ്ടാവണം. അതിന്നിപ്പോൾ മഷിയിട്ട് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുമാതിരി സമൂഹത്തിലെ മുതിർന്നവർ പഴയ പോലെ സാമൂഹിക കാര്യങ്ങളിൽ നിന്ന് കേരളത്തിൽ ഇടപെടുന്നില്ല, പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ. ഇത് വലിയൊരു പോരായ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ആചാര്യന്മാർ, സമൂഹത്തിൽ സ്വാധീന ശക്തിയുള്ള മുതിർന്ന ആൾക്കാർ, അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകുന്ന ശരാശരി വിശ്വാസി അഥവാ ഭക്തനോ വാട്ടവർ, ഇത്രയും പേര് ചേരുന്നതായിരിക്കണം അതാത് ക്ഷേത്രങ്ങളുടെ ഗവേണിംഗ് ബോഡികൾ.
സക്സസ്ഫുൾ മോഡലുകൾ ധാരാളമുണ്ട്. ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് പല നാട്ടിൻപുറത്ത് അമ്പലങ്ങളിലും ഞാൻ പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കൊച്ചു കൊച്ചു കമ്മിറ്റികളാണ് നോക്കണത്, പക്ഷെ അസലായിട്ട് നോക്കുന്നുണ്ട്, പൊന്നുപോലെ നോക്കുന്നുണ്ട് അതാത് ദേവതകളെ. പെറ്റമ്മയോ അച്ഛനെയോ പോലെ തന്നെ അവർ നോക്കുന്നുണ്ട് ആ ദേവനെയോ ദേവിയോ. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അവിടെ ക്ഷേത്രത്തിൻ്റെ പരമാധികാരവും അതേമാതിരി തന്നെ സുതാര്യതയും ഒപ്പത്തിനൊപ്പം കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനത്തെ ക്ഷേത്രങ്ങൾ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേരളത്തിൽ, ധാരാളമുണ്ട്. അവരും ഇപ്പോൾ പിടിച്ചിട്ട് ദേവസ്വം ബോർഡുകൾ പിടിച്ചെടുക്കാൻ നോക്കുന്ന കാലമാണ്. കാരണം അവിടെ വരുമാനം വരുന്നുണ്ട്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ അഭിവൃദ്ധിയും ശക്തിയും ഉണ്ടാവും. അപ്പോൾ അഭിവൃദ്ധി കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. അത്തരം കാര്യങ്ങളെ തടയാനുള്ള പ്രവണതകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ തടയാനുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനത്തെ ഭക്ത കൂട്ടായ്മകളിൽ ഉണ്ടാവണം. ഒരു ഭഗവതിയുടെ പേരിലുള്ള എത്രയോ ഹെക്ടർ ലാൻഡ്, ഭൂമി ഈ നാട്ടിലെ ഒരു വലിയ കുത്തക കുടുംബം, ഒരു മാധ്യമ കുടുംബം കൈവശം വെച്ച് തട്ടിപ്പും വെട്ടിപ്പും നടത്തി അത് കൊടുക്കാതിരുന്ന് അവിടെ ആ നാട്ടിലെ ജനങ്ങൾ സംഘടിച്ച് ആ ദേവിക്ക് വേണ്ടി എത്രയോ വർഷം നീണ്ട ഭീകരമായിട്ടുള്ളൊരു നിയമപോരാട്ടം നടത്തിയിട്ട് അത് തിരിച്ചു മേടിച്ചു കൊടുത്തത് ഇന്ത്യയുടെ വേറെ എവിടെയല്ല, കേരളത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള വീരപുത്രന്മാർ നമുക്കുണ്ട്, ഭക്തരുണ്ട്. അതാ ദേവിയെ സ്നേഹിക്കുന്നവരായതുകൊണ്ടാണ് അവരത് ചെയ്തത്. മലബാറിലാണ് ആ ക്ഷേത്രം. അതുകൊണ്ട് തീർച്ചയായിട്ടും ധാർമ്മികമായിട്ട് പ്രവർത്തിക്കുന്ന ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന ക്ഷേത്രങ്ങളെ, കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളെ ആവുന്ന പോലെ സഹായിക്കുക. ആ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചിട്ടും നാമജപങ്ങൾ സംഘടിപ്പിക്കുക, വലിയ വലിയ നാമജപങ്ങൾ സംഭവിക്കുക. നമുക്ക് പ്രസംഗങ്ങളല്ല വേണ്ടത്, ആധ്യാത്മിക ശക്തി വളർത്തുക, അകത്തും പുറത്തും വളർത്തുക. നാമത്തിൻ്റെ ശക്തി അത്രമാത്രമാണ്, വേറൊന്നും വേണ്ട. നാമം അയ്യോ ബോറടിക്കില്ലേ, ആൾക്കാർ വരും. എൻ്റർടൈൻമെൻ്റ് അല്ലടോ, ആധ്യാത്മികത എൻ്റർടൈൻമെൻ്റ് അല്ല. മനസ്സിനെ രഞ്ജിപ്പിക്കാനുള്ള വാക്കുകൾ പറയുക, കുറേ ശിരയിൽ രക്തം നിരച്ച് കയറ്റുക, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ധാർമ്മികമായി ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെ ഒപ്പം നിയമപരമായിട്ടും വേണ്ടത് ടെമ്പിൾ ഫ്രീഡം ബില്ലുകൾ ഉണ്ടാവണം. ഇവിടെ ക്ഷേത്രത്തിൻ്റെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന നിയമനിർമ്മാണം ഇവിടെ ഉണ്ടാക്കണം. ഇപ്പം തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും കേരളത്തിൽ ചർച്ചയുടെ രൂപത്തിലാണെങ്കിലും സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഹിന്ദു രാഷ്ട്രീയ സംഘടനകളോ അല്ലാത്ത സംഘടനകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആർക്കും അത് എത്തിക്കാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ ഫൈനൽ കംപ്ലീഷനിലേക്ക്. അങ്ങനെ പറയണത് ഒരു സർക്കാർ വിരുദ്ധമായ കാര്യമോ അല്ലെങ്കിൽ ധർമ്മത്തിന് മാത്രമായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ ഒരു സ്വാർത്ഥതയായിട്ടുള്ളൊരു കാര്യമല്ല പറയണത്. ഈ ധർമ്മം നിലനിൽക്കണമെങ്കിൽ ഈ ധർമ്മം അനുശാസിക്കുന്ന തരത്തിലുള്ള സിസ്റ്റങ്ങൾ നിലനിൽക്കണം, സുതാര്യമായിട്ടുള്ള നല്ല സിസ്റ്റം. ആ സിസ്റ്റങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം ഉണ്ടാവേണ്ടത്. അതൊരിക്കലും ആൻറ്റി ഗവൺമെൻ്റ് അല്ല, അത് പ്രോ ധർമ്മയാണ്. അതിൽ ഇത്രേ പറയുള്ളൂ, ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത് ഭഗവാനെ സ്നേഹിക്കണവരായിരിക്കണം. ഞാനവിടെ ഭക്തരെന്ന് പോലും പറയില്ല, ഭഗവാനെ സ്നേഹിക്കണവരായിരിക്കണം. അവൻ രാഷ്ട്രീയക്കാരനാണെങ്കിലോ വേറെ എന്ത് പ്രൊഫഷണലാണെങ്കിലോ എന്ത് ജാതിയാണെങ്കിലോ വിഷയമല്ല, ഭഗവാനെ സ്നേഹിക്കണ ആളായാൽ മതി. സാധാരണ എല്ലാവരും പറയും ഭക്തരാണ് ഭരിക്കേണ്ടതെന്ന്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കില്ല, കാരണം ഭക്തൻ എന്ന് പറയാനുള്ള അർഹത നമുക്കില്ല. ഭക്തനായ ഇതിലൊന്നും വരില്ല. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആഞ്ഞം തിരുമേനിൻ്റെ അടുത്ത് ഗുരുവായൂർ ദേവസ്വം ഫോം ചെയ്തപ്പോൾ യശശരീരനായിട്ടുള്ള മുൻ നേതാവ് കെ കരുണാകരൻ, അന്ന് അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ് കേരളത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഉണ്ടാക്കണം. അപ്പോൾ ആഞ്ഞം തിരുമേനി അതിലൊരു മെമ്പറായിട്ട് ക്ഷണിച്ചു. അപ്പോൾ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് നാരായണാലയത്തിൽ ചെന്നപ്പോൾ ആഞ്ഞം തിരുമേനി പറഞ്ഞു അത്രേ, കരുണാകര, ഞാൻ ഗുരുവായൂരപ്പനെ ഭജിക്കാനാണ് വന്നത്, ഭരിക്കാനല്ല പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ ഭക്തന് ഇതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഭക്തൻ ഭരിക്കണമെന്ന് പറഞ്ഞത് വിഡ്ഢിത്തരാണ്. ഭക്തൻ ഇതിലൊന്നും ഇൻവോൾവ് ആവാൻ സാധിക്കില്ല യഥാർത്ഥ ഭക്തന്. പക്ഷെ ഭഗവാനെ സ്നേഹിക്കുന്നവരുണ്ട്. ഭഗവാനെ സ്നേഹിക്കുന്ന കാര്യപ്രാപ്തിയുള്ള ലൗകിക ജീവിതത്തിൽ തന്നെ നിൽക്കുന്ന അധികാരമുള്ള കഴിവുകളുള്ള ധാരാളം ആൾക്കാരുണ്ട്. അതേമാതിരി തന്നെ എത്രയോ കഴിവുകളുള്ള ഭഗവാനെ സ്നേഹിക്കുന്ന സാധാരണക്കാരുണ്ട്.
ഇതെല്ലാം കൂടെ ചേർന്നിട്ടൊരു സമഞ്ജസമായിട്ടുള്ളൊരു സമ്മേളനമാണ് അതിൻ്റെ അകത്ത് വരേണ്ടത്. അതുകൊണ്ട് ഭഗവാനെ സ്നേഹിക്കുന്നവർ ഭരിക്കുന്ന കമ്മിറ്റികളായിരിക്കണം ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, നമുക്ക് ക്ഷേത്രങ്ങൾ മാത്രമല്ലാതെ അതിന് സമാന്തരമായിട്ടുള്ള സംഘടനകളോ സ്ഥാപനങ്ങളോ സ്ഥലങ്ങളോ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ ഇനി. കാരണം ക്ഷേത്രങ്ങൾ പോലും ഇന്ന് ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ്. പക്ഷെ ഭക്തിയെ ആർക്കും തട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, ഭക്തിയെ ആർക്കും മുതലെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സഭകൾ ഉണ്ടാക്കുക, ചെറിയ ചെറിയ സഭകൾ. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയാൽ ഗീതാജ്ഞാന സഭകളൊക്കെ കാണാം. അതുമാതിരി നിങ്ങൾക്ക് നിങ്ങളുടെ എവിടെയും കാണാം മാതൃസമിതികൾ എന്ന് പറയും. ആ ക്ഷേത്രം കേന്ദ്രീകരിച്ച് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല അതിൻ്റെ പ്രവർത്തനം. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ കൂട്ടായിട്ടുള്ള ജപം, സത്സംഗങ്ങൾ വീടുകളിൽ നടത്തുക, ഹാളുകളിൽ നടത്തുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നടത്തുക. ഒരു ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് ആ ക്ഷേത്രത്തിലേക്കുള്ള ഭക്തിയുടെ ഓറ, അതിൻ്റെ പ്രഭാവം വളരുമ്പോൾ അത് തന്നെ ആ ക്ഷേത്രത്തിനെയും സംരക്ഷിക്കും, ആ ദേശത്തിനെയും സംരക്ഷിക്കും. ഹിന്ദുധർമ്മത്തിൻ്റെ എല്ലാ ഉയർത്തെഴുന്നേൽപ്പുകളും എക്കാലത്തും ഉണ്ടായിട്ടുള്ളത് കൊട്ടാരങ്ങളിലൊന്നുമല്ല, ഈവൻ മഹാക്ഷേത്രങ്ങളിലുമല്ല. മഹാത്മാക്കളുടെ വീടുകളിലും ഹൃദയങ്ങളിലും. കൃഷിക്കാരനും ചെരുപ്പ് കുത്തിയും കൊല്ലപ്പണിക്കാരനും മരപ്പണിക്കാരനും ഒക്കെയായിരുന്നു നമ്മുടെ പ്രാചീന പല ഋഷിമാരും. അവരാരും കുടുംബത്തിനും കുട്ടികളും ഉപേക്ഷിച്ച് പോയിട്ട് കാട്ടിൻ്റെ അകത്ത് പോയിരുന്നവരല്ല. കാടുകളിൽ അവർ ജീവിച്ചിരുന്നത് ഉപാസനയുടെ ആവശ്യങ്ങൾക്കായിരുന്നു. അവർക്കും പക്ഷെ കുടുംബങ്ങളുണ്ടായിരുന്നു, വിവാഹിതരായിരുന്നു. സന്യാസവും ഋഷിത്വവും തമ്മിൽ കൺഫ്യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് കാണുന്നത്. അതുപോലെ തന്നെ ദീപദാനം ചെയ്യുക, ഭഗവാന്റെ ചൈതന്യത്തിന് വേണ്ടിയിട്ട് അവനവൻ്റെ വീടുകളിൽ തന്നെ വിളക്കുകൾ കൊളുത്തി വയ്ക്കുക. നേരത്തെ പറഞ്ഞ അന്നദാനം കൂടാണ്ട്. സത്യസന്ധരായിട്ടുള്ള അർച്ചകന്മാരെ കൊണ്ട്, അല്ലെങ്കിൽ അവനവൻ തന്നെ പൂജ പഠിച്ചോ, അവനവൻ തന്നെ ഭഗവാന് ഒരു നേരത്തെ നേദ്യം കൊടുക്കുക. നിങ്ങളുടെ അവിടെയുള്ള ക്ഷേത്രത്തിലെ മൂർത്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് ഒരു പീഠം ഇട്ടിട്ട് ഒരു വിളക്ക് വെച്ച് വിളിച്ചു വരുത്തി നിങ്ങൾക്ക് ഒരു നേദ്യം കൊടുക്കാൻ എന്തുകൊണ്ട് സാധിക്കില്ല? നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ വിളിച്ചാൽ ഭഗവാൻ വരും, ആ അമ്മ വന്നിരിക്കും. ഈ ചൂഷകന്മാരെ മുഴുവൻ മറികടന്നിട്ട് നിങ്ങൾക്ക് അയ്യപ്പനെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിരുത്താം. ഈ ചൂഷകന്മാരെ മുഴുവൻ മറികടന്ന് നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കൊണ്ടുവന്നിരുത്താം. ഈ ചൂഷകന്മാരെ മുഴുവൻ മറികടന്നിട്ട് നിങ്ങൾക്ക് കൊടുങ്ങല്ലൂരമ്മയെ കൊണ്ടുവന്ന് വീട്ടിലിരുത്താം. തിരിച്ചയക്കണമെന്ന് മാത്രം. പൂജ കഴിഞ്ഞാൽ അവിടെ തന്നെ പിടിച്ചിരുത്തരുത്, മറന്നു പോരുത് പറഞ്ഞേക്കാൻ. അത് പിന്നെ പുലിവാലാവും. ക്ഷേത്ര ചൈതന്യത്തിനാണ് നമ്മൾ വിളിക്കുന്ന വീട്ടിലേക്ക്. അതുകൊണ്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന എത്രയോ അർച്ചകന്മാരുണ്ട്. അവർക്ക് മര്യാദയ്ക്ക് ശമ്പളമോ വീട്ടിലെ കാര്യങ്ങളൊന്നുമില്ല. അവർ ആ പ്രൊഫഷനോടുള്ളൊരു പ്രതിബദ്ധത കൊണ്ട് മാത്രം അനവധി ദുരിതം അനുഭവിച്ച് മക്കളെ പഠിപ്പിക്കാൻ കഷ്ടപ്പെട്ടിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഈ പുറത്തുള്ളവരുടെ ചീത്തവിളിയും ഒക്കെ കേട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഒരു പൂണുനൂലിട്ടിട്ട് റോട്ടിലിറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ അപകടം എന്നുള്ളൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ക്ഷേത്രങ്ങളിലെ അർച്ചകന്മാർക്കൊക്കെ വ്യാപകമായിട്ടുള്ള അപമാനങ്ങൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. കേരളത്തിൽ അത് തുടങ്ങിയിട്ടില്ല, പക്ഷെ വൈകാണ്ട് അത് എത്തുന്ന അവസ്ഥയിലപ്പോൾ കാണുന്നത്. അതിൽ ജെനുവിനായിട്ടുള്ളവർക്ക്, അവരിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. അവർക്ക് ആവുന്ന പോലെ സഹായങ്ങൾ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു 18 സ്റ്റെപ്സ് നമ്മളാവണേ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ. നിങ്ങൾക്കറിയോ 100 രൂപ മാസം ശമ്പളം കിട്ടുന്ന പൂജാരിമാരുണ്ട് തമിഴ്നാട്ടിൽ. 100 രൂപ ദക്ഷിണ പോലും എടുക്കാൻ അവർക്ക് അവകാശമില്ല. അതുകൊണ്ട് എല്ലാം ജാതിക്കണ്ണിൽ കാണരുത്. അവരവരുടെ കയ്യിലിരിപ്പ് നോക്കുക. ഏത് ജാതിയാണെങ്കിൽ അവൻ കയ്യിലിരിപ്പ് ശരിയല്ല. അവൻ ഭഗവാനെ സ്നേഹിക്കാത്തവനാണെങ്കിൽ അവനെ ആ ക്ഷേത്ര സംഘത്തിൽ നിന്ന് വലിച്ചെറിയേണ്ട കാലം കഴിഞ്ഞു. ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന എത്രയോ അർച്ചകന്മാരുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ ചീട്ടാക്കി കൊടുക്കണം, ചീട്ടൊന്ന് നോക്കുപോലും ചെയ്യാണ്ട് ആ ശ്രീകോവിലിൻ്റെ പുറത്ത് വെച്ചിട്ടുള്ള കൊട്ടയിലിട്ടിട്ട് അകത്തേക്ക് കയറിപ്പോകുന്ന മഹാത്മാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള 2 സ്ഥലത്തും പിന്നെ ഞാൻ ആ പൂജാരി അവിടെ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല, സർവീസിൽ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അർച്ചകന്മാരെയും അവരുടെ കുടുംബങ്ങളെയും സഹായിക്കുക, അതും ഒരു യജ്ഞമാണ്. ധർമ്മത്തിനെ
രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നാലാമത്തെ. ധർമ്മത്തിന് എന്തിനും ഉപയോഗിക്കേണ്ടത്? രാഷ്ട്രീയത്തിനോട് പോരാടാനാണ് ധർമ്മത്തിന് ഉപയോഗിക്കേണ്ടത്, അല്ലാണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല. രാഷ്ട്രീയവും കൊണ്ടൊരുത്തൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ട് അവന് ധർമ്മത്തിനെ പോഷിപ്പിക്കാൻ സാധിക്കില്ല. കാരണം രാഷ്ട്രീയവും ധർമ്മവും പരസ്പര വിരുദ്ധമാണ്. രാഷ്ട്രീയം വെറുപ്പും ഒരു പ്രത്യേക വിഭാഗത്തിനോട് മാത്രം ചേർച്ചയും ഊട്ടി ഉറപ്പിക്കുന്ന പരിപാടിയാണ്. ധർമ്മം അതല്ല ചെയ്യണത്. ധർമ്മമാണ് വാസ്തവത്തിൽ നമ്മൾ ഭരണഘടനാപരമായിട്ട് പറയുന്ന കാര്യങ്ങൾക്ക് പോലും അടിത്തറയിട്ട് കൊടുക്കുന്നത്, രാഷ്ട്രീയമല്ല. രാഷ്ട്രീയം മാത്രമായിരുന്നെങ്കിൽ ഭരണഘടന എങ്ങനെയായിരിക്കില്ല ഇരിക്കുക. ധാർമ്മികമായിട്ടുള്ള അവകാശങ്ങൾ, അവനവൻ്റെ വിശ്വാസം തുടരാനുള്ള, പ്രാക്ടീസ് ചെയ്യാനുള്ള ഫ്രീഡം ഓഫ് റിലീജിയൻ, അവനവൻ്റെ സംസ്കാരം പ്രിസർവ് ചെയ്യാനുള്ള കൾച്ചറൽ പ്രിസർവേഷനുള്ള അവകാശങ്ങൾ, അതുമാതിരി അവനവൻ്റെ ക്ഷേത്രത്തിൻ്റെയും സ്വത്ത് സംരക്ഷിക്കാനുള്ള അവകാശങ്ങൾ, ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ പ്രിസർവേഷൻ, പ്രോപ്പർട്ടി റൈറ്റ്സ്, ഇതൊക്കെ. അതുമാതിരി ഓരോ ജാഗരൂകനായിട്ടുള്ള ഹിന്ദു കേരളത്തിലെ സകല ക്ഷേത്രങ്ങളുടെയും ഓഡിറ്റ് റിപ്പോർട്ടുകൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഫയൽ ചെയ്തുകൊണ്ടേയിരിക്കണം. പല കൃത്രിമത്വവും കാണിക്കും, തരില്ല, എന്നാലും ഫയൽ ചെയ്യണം. ആവുമ്പോഴൊക്കെ അതിൻ്റെ ദുർവിനിയോഗങ്ങളെ എക്സ്പോസ് ചെയ്യണം. എങ്ങനെ? ബഹളം ഉണ്ടാക്കാണ്ട് സത്യം പറയുക, ദയയോട് കൂടിയിട്ട് സത്യം പറയുക. ധർമ്മം അധർമ്മത്തിനോട് എപ്പോഴും സംസാരിക്കേണ്ടത് വിവേകം കൊണ്ടാണ്. എന്താ വിവേകം? നല്ലതേത് ചീത്തയേത് എന്നുള്ള തിരിച്ചറിവാണ് വിവേകം. ധർമ്മം എപ്പോഴും അധർമ്മത്തിനോട് അധർമ്മത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കരുത്. കാരണം ധർമ്മം പോലും നശിച്ചു. ധർമ്മം എപ്പോഴും അധർമ്മത്തിനോട് വിവേകത്തിൻ്റെ ഭാഷയിൽ വേണം സംസാരിക്കാൻ. സുബ്രഹ്മണ്യ സ്വാമി അസുരന്മാരോട് സംസാരിക്കണം കണ്ടിട്ടില്ലേ? എത്ര പേര് വായിച്ചിട്ടുണ്ടാവുമെന്നറിയില്ല. ശൂരപത്മനെയും താരകാസുരനെയൊക്കെ കൊല്ലുന്നത്. ഭഗവാൻ അവരുടെ അടുത്ത് വിവേകത്തിൻ്റെ ഭാഷയിൽ ആദ്യം സംസാരിക്കും, എന്നിട്ട് മാത്രമേ തൻ്റെ മഹാശക്തിയായിട്ടുള്ള വേലെടുത്ത് പ്രയോഗിക്കുള്ളൂ. അതാണ് ശാസ്ത്രബലം, അറിവിൻ്റെ ബലം, സ്ട്രെങ്ത് ഓഫ് നോളജ്. ആ ശാസ്ത്രബലമാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്, അസ്ത്രബലമല്ല. അസ്ത്രബലം ആയുധങ്ങളുടെ സ്ട്രെങ്ത്താണ്, അതിനൊരു ലിമിറ്റഡ് ടൈമേ പറ്റുള്ളൂ. ഇന്നൊക്കെ വെട്ടിക്കീറി എല്ലാം ഇടാതിരിക്കാം, നാളെ വീണ്ടും മുളയ്ക്കില്ലേ ഈ ദുഷിപ്പുകളൊക്കെ? നേരെ മറിച്ച് അറിവിന് അടിത്തറയിട്ട് അത് തലമുറകൾക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ കാലാതിവർത്തിയായിട്ടുള്ള മാറ്റമാണ് അത് ഉണ്ടാക്കുക. ആ മാറ്റമാണ് സനാതനധർമ്മത്തിന് ഇത്രയും 1000 വർഷങ്ങൾ നിലനിർത്തിയിട്ടുള്ളത്. ഇത്രയധികം പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയധികം ഭർസനങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയധികം അവഹേളനങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയധികം പുഴുക്കുത്തുകൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന നിശബ്ദമായിട്ടുള്ള ഒരു ആന്തരിക ബലം ഈ ശാസ്ത്രബലം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ്. അതിന് അവസാനം 5ാമത്തത് വീണ്ടും ആദ്യം പറഞ്ഞത് ആവർത്തിക്കുകയാണ്, ആധ്യാത്മികമായിട്ടുള്ള ജാഗരൂകത. നമ്മുടെ അമ്പലങ്ങൾ കൊള്ളയടിക്കുമ്പോൾ അവിടെയുള്ള സ്വർണം മാത്രമല്ല നഷ്ടപ്പെട്ടു പോണത്, നമ്മളടങ്ങണ തലമുറകളുടെ വിശ്വാസ്യതയും കൂടിയാണ്. നമ്മുടെ വിശ്വാസമല്ല, നമ്മുടെ വിശ്വാസ്യത. നമ്മൾ എത്ര കൊള്ളരുതാത്ത ആൾക്കാരാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ വിശ്വാസ്യത, വിശ്വാസമല്ല. ശ്രദ്ധിക്കണം, നമ്മളെ ഒന്നിനും കൊള്ളില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന സംഭവങ്ങളാണിത്. ഭഗവാനല്ല ഇതൊന്നും കൂട്ടിവെക്കേണ്ടത്, നമുക്കാണിത് കൂട്ടിവെക്കേണ്ടത്. എന്ത്? സ്വർണവും പണമല്ല, അവിടുത്തെ ചൈതന്യം. ഒരു ക്ഷേത്രത്തിൻ്റെ ചൈതന്യം സ്പർശിക്കപ്പെടാതെ, നശിപ്പിക്കപ്പെടാതെ ഇരിക്കണം. അതിന് ധാർമ്മികമായിട്ടുള്ള കൂട്ടായിട്ടുള്ള ഒരു ഉണർവ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. നമ്മൾ ഓരോരുത്തരും ക്ഷേത്രപാലനാണ്. അല്ലാണ്ട് അവസാനം ബലി തൂവുമ്പോൾ ശാന്തിക്കാരൻ ചോറും കൊണ്ട് ഓടിപ്പോയിട്ട് അപ്പുറത്ത് ഒറ്റശ്വാസത്തിൽ ഓടി ചെണ്ടക്കാരൻ ഡുണ്ടും പറഞ്ഞ് പുറകെ ഓടി പോയിട്ട് ഒരു ബലിക്കല്ലിൽ വടക്കിഴക്ക് വശത്ത് കൊട്ടുന്ന കണ്ടിട്ടില്ലേ ചോറ്? ക്ഷേത്രപാലന് പാത്രത്തോടെ എന്നൊക്കെ പറയും. ക്ഷേത്രപാലൻ എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രപാലൻ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ക്ഷേത്രപാലകന്മാരാണ്, ക്ഷേത്രത്തെ സംരക്ഷിക്കണവരാണ്. അങ്ങനെ ആവണം. ഓരോ ഹിന്ദുവും ക്ഷേത്രപാലകന്മാരാവണം. എങ്ങനെ?
ബോധത്തോട് കൂടിയിട്ട്, ധൈര്യത്തോട് കൂടിയിട്ട്, ഭക്തിയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ക്ഷേത്രപാലകന്മാരായിട്ട് തീരണം നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും ഭഗവാനെ, ഞാൻ നിന്നെ എന്നാലാവുന്ന പോലെ നിന്നെയും നിൻ്റെ ഈ വീടിനെയും, ഈശ്വരന്മാർ, നമ്മുടെ ഈശ്വരന്മാർ താമസിക്കുന്ന വീടുകളാ ക്ഷേത്രങ്ങൾ. അല്ലാണ്ട് മറ്റ് മതസ്ഥരുടെ മാതിരി പോയി പ്രാർത്ഥിക്കാനുള്ള, നമ്മുടെ തോന്നിയവാസം കാണിക്കാനോ നമ്മുടെ കൊള്ളരുതായ്മകൾ പോയി പ്രാർത്ഥിക്കാനുള്ള പറയാനുള്ള സ്ഥലങ്ങളല്ല. അത് അവരുടെ വീടുകളാണ്. നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും ഭഗവാനെ, ഞാൻ അങ്ങേയും അങ്ങയുടെ വീടിനെയും എന്നാലാവുമെണ്ണം സംരക്ഷിക്കും, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യാനുള്ള ഒരു പ്രതിജ്ഞ എടുക്കാനുള്ള മനസ്സുണ്ടാവണം. അല്ലാണ്ട് വെറുതെ ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ധർമ്മത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരെ ധർമ്മം പ്രൊട്ടക്റ്റ് ചെയ്ത ചരിത്രമുള്ളൂ. അതാണ് ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരെ ധർമ്മം പ്രൊട്ടക്റ്റ് ചെയ്യും. ധർമ്മത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്ട് വിലപിച്ചുകൊണ്ട് ധർമ്മം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല. നമ്മൾ ധർമ്മത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഭഗവാൻ തന്നെയാണ് ധർമ്മം. അതുകൊണ്ട് നമ്മളൊക്കെ ക്ഷേത്രപാലന്മാരാവണം. അങ്ങനെ ക്ഷേത്രപാലന്മാരായാൽ മാത്രമേ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളും അവിശ്വാസികളുടെ കടന്നുകയറ്റങ്ങളും ഒക്കെ നമുക്ക് തടയാൻ സാധിക്കുള്ളൂ. അത് നമുക്ക് മുദ്രാവാക്യം മുഴക്കിയതുകൊണ്ടൊന്നുമല്ല. നിശബ്ദമായിട്ടുള്ള ഒരു വിപ്ലവം, ഉണർന്നിരിക്കുന്ന ബോധമുള്ള ഹിന്ദു ആയിട്ടുള്ള ഭക്തൻ്റെ ഉണർച്ച കൊണ്ട് ഉണ്ടാവേണ്ട നിശബ്ദ വിപ്ലവം. ആ ഭക്തൻ എങ്ങനെയുള്ളവനായിരിക്കും? അവൻ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു കെട്ടിടമല്ല, അത് എൻ്റെ സംസ്കാരത്തിൻ്റെ ഹൃദയമാണ്, എൻ്റെ ആത്മാവാണ് അതിൻ്റെ അകത്ത് ശ്രീകോവിലിരിക്കുന്നത് എന്ന ബോധത്തോടു കൂടിയുണ്ട് നിശബ്ദമായിട്ടുള്ള വിപ്ലവം. ആ ബോധം ഉണരുമ്പോൾ അപ്പം മാത്രമേ ഒരു രാഷ്ട്രീയ കൈയിനോ അവൻ എത്ര അധികാരമുള്ളവനാണെങ്കിലോ അവൻ്റെ കൈ പൊങ്ങാതിരിക്കുള്ളൂ ആ സംസ്കാരത്തിനെ, ആ ക്ഷേത്രത്തിൽ നശിപ്പിക്കാതിരിക്കാൻ. ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനിയൊരു ചോദ്യം കൂടെ, ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രോതാക്കളിൽ നിന്ന് വന്ന ഒരു ചോദ്യം കൂടെ. ഒരു ഭക്തൻ എങ്ങനെയാണ് അഹങ്കാരം പിടിച്ചിട്ടുള്ള ക്ഷേത്ര ജീവനക്കാർ, ക്ഷേത്ര ശാന്തിക്കാർ, അതുപോലെ അധികാരത്തിമിർപ്പുള്ള തന്ത്രിമാർ, ഇവരുടെ അധികാര ദുർവിനിയോഗവും ധനത്തിനോടുള്ള ത്വരയിലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു സാധാരണ ഭക്തന് എങ്ങനെ ഇവരെ കൗണ്ടർ ചെയ്യാൻ പറ്റും, എങ്ങനെ ഇവരെ നിലയ്ക്ക് നിർത്താൻ പറ്റും എന്ന് ചോദിച്ചിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇത് വളരെ ഹാർഡാണ് ഇതിന് ഉത്തരം പറയാൻ, സങ്കടമാണ്. ഇത് വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു യുദ്ധമേഖലയാണ്. കാരണം ഇവിടെ അധർമ്മം ആചാര്യൻ്റെ വേഷം കെട്ടി നടക്കുകയാണ്. ആട്ടുംതോലിട്ട ചെന്നായാണ്. അവിടെ ഓൾറെഡി മുറിവേറ്റിരിക്കുന്ന ഭക്തൻ്റെ അല്ലെങ്കിൽ വിശ്വാസിയുടെ അല്ലെങ്കിൽ ഭഗവാനെ സ്നേഹിക്കണവനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുകയും അവൻ്റെ മുറിവുകൾക്ക് ആഴം കൂട്ടുകയും ചെയ്യണം. ആരുടെ ബലത്തിലാണോ നമ്മൾ ഈ പുറത്തുനിന്നുള്ള ഛിദ്രശക്തികളോട് ഫൈറ്റ് ചെയ്യേണ്ടത്, ആ ബലം തന്നെ വാസ്തവത്തിൽ കള്ളനാണയമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സന്ദർഭങ്ങൾ ഇന്ന് കേരളത്തിൽ വളരെയധികമാണ്. ഒരു കറപ്റ്റായിട്ടുള്ള ഒരു അഴിമതിക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരനെ നമുക്ക് നിയമം മൂലം നേരിടാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരു ശാന്തിക്കാരനോ ഒരു തന്ത്രിയോ ഭഗവാന്റെ സൂക്ഷിപ്പുകാർ, അച്ഛനാണ് അമ്മയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില അലങ്കാരങ്ങളൊക്കെ ചാർത്തി കൊടുത്തിട്ടുമുണ്ട്. അവരവരുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയോ അധികാര ദുർവിനിയോഗം നടത്തുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേറെ പലരുടെ കയ്യിലും കളിപ്പാവയായിട്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ ആധ്യാത്മികമായിട്ടുള്ള ഒരു വമ്പം പ്രതിസന്ധി വരും. പക്ഷെ ഇവിടെയും ഗുരുവായൂരപ്പൻ പറയണത് ധാർമ്മികമായിട്ട് നേരിടുക, നശീകരണ പ്രവണതയോട് കൂടിയിട്ട് ചെയ്യരുത്. കൂടുതൽ തെളിച്ചത്തോടെയും കൂടുതൽ ബലത്തോടെയും കൂടുതൽ ദയയോട് കൂടിയിട്ടും അതിനെ നേരിടുക. അതിനാദ്യം നമ്മൾ സാധാരണക്കാർ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരിക്കലും ഭഗവാനെയും ഭഗവാന്റെ പ്രതിനിധികളായിട്ട് നിൽക്കുന്ന മനുഷ്യരെയും തമ്മിൽ ഒരേപോലെ കാണരുത്. ഒരിക്കലും നെവർ കൺഫ്യൂസ് ദ പ്രീസ്റ്റ് വിത്ത് ദ ഡൈറ്റി. ഒരിക്കലും കൺഫ്യൂസ് ചെയ്യരുത്. ഇത് രണ്ടും രണ്ടാണ്. ഈശ്വരൻ വേറെ, ഈശ്വരൻ്റെ സേവകൻ വേറെ. ദേവൻ വേറെ, സേവകൻ വേറെ. അർച്ചകൻ എന്ന് പറയുന്നത് ഒരു മാധ്യമം മാത്രമാണ്. ആ ദേവൻ്റെ മുതലാളിയല്ല. നമ്മുടെ ഭക്തി, നമ്മുടെ പ്രാണൻ, അത് നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്ന
ഒരു മാധ്യമം വഴിയാണ് ഭഗവാങ്കലേക്ക് എത്തണത്. അത് ഈ പറയുന്ന തന്ത്രിയുടെയോ പൂജാരിയുടെയോ കയ്യിൽ കൂടെ അല്ല ഭഗവാനിലേക്ക് എത്തണത്. നമ്മുടെ ഭക്തിയും നമ്മുടെ പ്രാണനും അത് നമ്മുടെ ശ്രദ്ധയിൽ കൂടെയാണ് എത്തണത്. അതാദ്യം മനസ്സിലാക്കുക. ഇടനില നിൽക്കുന്ന അർച്ചകൻ അഴിമതിക്കാരനും ചതിയനും തെറ്റുകൾ ചെയ്യണവനുമാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് നമ്മളോടുള്ള അനുഗ്രഹം കുറയണില്ല. അതുകൊണ്ട് ഒരു കാര്യം ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈശ്വര ക്ഷേത്രങ്ങളിൽ ഇരിക്കണം അർച്ചകർ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭക്തിയെ നമ്മൾ വിഷലിപ്താക്കണ്ട, നമ്മുടെ ചിട്ടകളും നമ്മൾ മാറ്റണ്ട. നമ്മൾക്കതിനെ ആ തെറ്റുകളെ നമുക്ക് എതിർക്കാം, പക്ഷേ അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിലോ ഭക്തിയിലോ ഒന്നും ഇടിവ് വരുത്തേണ്ട ആവശ്യമില്ല. ഒരു അഴിമതിക്കാരനായിട്ടുള്ള ഭഗവാനെ വരെ ഒറ്റുകൊടുക്കുന്ന തരത്തിലുള്ള അധാർമികനായിട്ടുള്ള ഒരു ആചാര്യനോ ഒരു അർച്ചകനോടോ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രതിക്രിയ അഥവാ പ്രതികാരം എന്ന് പറയുന്നത് നമുക്ക് ഭഗവാനിൽ ഇളകാത്ത ഭക്തി, ഇളകാത്ത സ്നേഹമാണ്. ഈ പറയുന്ന വ്യക്തികളുടെ കയ്യിലിരിപ്പുകൾ കൊണ്ട് അശുദ്ധമാകാത്ത ശുദ്ധമായിട്ടുള്ള ഭക്തിയാണ് നമുക്ക് ഭഗവാന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സ്നേഹം. ഇങ്ങനെയുള്ളവരുടെ പ്രവർത്തികൾ കൊണ്ടൊന്നും അശുദ്ധമായി പോകുന്നതല്ല നമ്മുടെ പ്രാണനും നമ്മുടെ ഭക്തിയും. അതുകൊണ്ട് അവരെ എതിർക്കുക, പക്ഷെ അതുകൊണ്ട് ഭഗവാനെയോ ക്ഷേത്രത്തിനെയോ ക്ഷേത്ര സമ്പ്രദായത്തെയോ സംസ്കാരത്തിനെയോ ധർമ്മത്തിനെയോ പുച്ഛിച്ചിട്ടോ വെറുത്തിട്ടോ വിഷലിപ്തമായിട്ട് കണ്ടിട്ടോ കാര്യമില്ല. അതുകൊണ്ട് ഒരിക്കലും ഭഗവാനെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരും, ക്ഷേത്രത്തിനെയും പ്രതിസ്ഥാനത്ത് കൊണ്ടുവരണ്ട. ആ വ്യക്തികളുടെ പ്രവൃത്തി എതിർക്കുക. നമ്മുടെ ഭക്തിയെ അചഞ്ചലമാക്കിയിട്ടും പൂർവാധികം ശക്തിയോട് കൂടിയിട്ടും നിലനിർത്തുക. രണ്ടാമത്തെ കാര്യം, അവനവൻ തന്നെ ഞാൻ സാധാരണക്കാരാണ്, എനിക്കിത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്ക് പിന്നെ ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് കടന്ന് ചെലയ്ക്കാനുള്ള യാതൊരു അവകാശവുമില്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ശബ്ദം ഉയർത്തണോ, അവനവനാലാകുന്ന വണ്ണം ആഗമികവും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം, തന്ത്രത്തിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കണം. ഇപ്പം മാധവജിയുടെ ക്ഷേത്രചൈതന്യ രഹസ്യം പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ വാങ്ങി വായിക്കുക. അല്ലെങ്കിൽ ഇന്ന് നെറ്റിൽ തന്നെ പല നല്ല മെറ്റീരിയലുകളുണ്ട്. എന്താണ് പ്രത്യേകിച്ച് കേരളീയ ക്ഷേത്രങ്ങൾ, എന്താണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ, എങ്ങനെയാണ് അവിടുത്തെ ചടങ്ങുകൾ, ഇതൊക്കെ സാമാന്യേന മനസ്സിലാക്കണം. സഹസ്രകലശം ഒരു ക്ഷേത്രത്തിൽ നടക്കണമെങ്കിൽ ആ നാട്ടിലെ സകല ജനങ്ങൾക്ക് ആ സഹസ്രകലശത്തിൻ്റെ ചടങ്ങുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായാലേ അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അവർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മാത്രമേ വരുള്ളൂ. രാഷ്ട്രീയക്കാരെ പോലെ തന്നെയാണ് അധികാരം തലയ്ക്ക് പിടിച്ചിട്ടുള്ള തന്ത്രിമാരാണെങ്കിലും വലിയ വലിയ ശാന്തിക്കാരാണെങ്കിലും മറ്റുള്ളവരുടെ അറിവില്ലായ്മയിലാണ് അവർ വളരണത്. ഈ കമ്മിറ്റികളിൽ ഇരിക്കുന്നവർക്കും ഇതിൻ്റെ ABCD അറിയുന്നുണ്ടാവില്ല. ഈ പറയുന്നവർക്ക് ഭക്തർക്കും കമ്മിറ്റിയിലുള്ളവർക്കും ഒന്നും ഈ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഏകദേശ ധാരണ പോലും ഇല്ലെങ്കിൽ ഇവരെ തീർച്ചയായിട്ടും മുതലെടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇല്ലാത്ത ബഡ്ജറ്റുകൾ വരും, ഇല്ലാത്ത ചടങ്ങുകൾ വരും, വേണ്ടാത്ത അത്രയ്ക്ക് നമ്മൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് മുഴുവൻ എടുത്തിട്ട് വന്നാൽ പോലും തീരാത്ത അത്രയ്ക്ക് മുണ്ടിൻ്റെ കണക്കുണ്ടാവും, പാത്രത്തിൻ്റെ കണക്ക് വരും, യാത്രാ ചെലവുകൾ വരും. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഇനിയുള്ള കാലത്ത് പണ്ടത്തെ പോലെയല്ല, ഭക്തവേഷം നമ്മൾ കെട്ടേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശാസ്ത്രജ്ഞാനം കുറച്ചെങ്കിലും ഉണ്ടാക്കണം. തന്ത്രസമുച്ചയോ അല്ലെങ്കിൽ ഈശാന ഗുരുദേവ പദ്ധതിയോ നിങ്ങൾക്ക് അറിയാവുന്ന കിട്ടാവുന്ന ഗ്രന്ഥങ്ങൾ, തന്ത്രസമുച്ചയമാണ് കേരളത്തിൽ ഇപ്പോൾ മിക്ക ക്ഷേത്രങ്ങളിലുള്ള, അറ്റ്ലീസ്റ്റ് അതെങ്കിലും, അല്ലെങ്കിൽ കുഴിക്കാട്ട് വെച്ച എന്തെങ്കിലും അതിൻ്റെയൊക്കെ നല്ല നല്ല ലളിത വ്യാഖ്യാനങ്ങളുണ്ട്, വാങ്ങുക, മനസ്സിലാക്കുക. കമ്മിറ്റികളിൽ ഇരിക്കണവരെങ്കിലും പഠിക്കുക. വെറുതെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച പരിചയമുണ്ടെന്നും പറഞ്ഞിട്ട് ഇറങ്ങി വരരുത്. അമ്പലം എന്താണ്, അവിടെ എന്താ നടക്കണമെന്ന് അറിയണം. ആഗമങ്ങളെക്കുറിച്ച് അടിസ്ഥാനമായിട്ടുള്ള അത് വേണം. അത് ഒരു ജാതി വിഭാഗത്തിന് മാത്രം പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല, അത് മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അവനവൻ്റെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ച് ബോധ്യം വേണം, സ്ഥലപുരാണം എന്താണെന്ന് ബോധ്യം വേണം. കഴിഞ്ഞൊരു ദിവസം ഒരു സ്ത്രീ അവർക്ക് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് എൻ്റെ നമ്പർ എങ്ങനെ തപ്പിപ്പിടിച്ച് ചോദിച്ചു. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞതിന് ശേഷം ഞാൻ അവർക്കൊരു സ്തോത്രവും ഒരു ലഘുവായിട്ടൊരു മന്ത്രവും പറഞ്ഞു കൊടുത്തു, ഇത് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ചോദിക്കണേ, ഈ സ്തോത്രവും മന്ത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താ, ഇതിൽ ഏതാ സ്തോത്രം ഏതാ മന്ത്രം എന്ന്. അതാണ് ഹിന്ദുവിൻ്റെ അവസ്ഥ.
ഈ ഹിന്ദുവാണ് ഈ കിടന്ന് കരയണത്. എന്ത്? അയ്യപ്പൻ്റെ സ്വർണം കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് തത്വം എന്താണെന്നും നിയമം എന്താണെന്നും അല്പമെങ്കിലും മനസ്സിലായ ഈ നടക്കണ ചടങ്ങുകളുടെ അപ്പം അവർക്ക് കള്ളനാണയങ്ങളെ കണ്ടുപിടിക്കാനും സാധിക്കും. അതിനെ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ ചോദ്യം ചെയ്യാം. ആരെയും വിഷമിപ്പിക്കണ്ട, ചോദിക്കാമല്ലോ. എപ്പോഴും അറിവുണ്ടെങ്കിൽ അത് നമ്മുടെ ഭക്തിക്ക് ഒരു ബലം നൽകും. അഹങ്കാരത്തിൻ്റെ അല്ല, ഡിഗ്നിറ്റിയാണ് തരുന്നത്, ഒരു ഗൗരവം. അങ്ങനെ വരുമ്പോൾ നമ്മളെ ആർക്കും മുതലെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ മുതലെടുക്കപ്പെടുന്നൊരു സമൂഹമാണ് ഇന്ന് കേരളത്തിലെ ഹിന്ദുക്കളായിട്ടുള്ള സാധാരണക്കാർ, ക്ഷേത്രവിശ്വാസികൾ. അതിൽ രാഷ്ട്രീയക്കാരോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്ന ആൾക്കാരുടെ, അല്ലെങ്കിൽ അവിടുത്തെ ചടങ്ങുകൾ കൊണ്ടുപോകണതിൽ വലിയ ഒരു വിഭാഗം നല്ലവരാണെങ്കിൽ ഒരു മെജോറിറ്റി മഹാക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ചും പല സ്ഥലത്തും അനുഭവത്തിൽ തന്നെ പറയണം. അതിപ്പോൾ ആര് വിഷമം വിചാരിച്ചാലും ഞാൻ ഗുരുവായൂരപ്പൻ്റെ വാക്കാ പറഞ്ഞു. ഭഗവാനോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ഇനി കണ്ണടയ്ക്കാൻ പറ്റില്ല. പിന്നെ നമുക്കൊക്കെ ധാർമ്മികമായിട്ട് ഒരു ഉത്തരവാദിത്വമുണ്ട്, ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട് എന്ന് നമ്മുടെ കൂടെ വരുന്നവരെയും ബോധ്യപ്പെടുത്തുക. ക്ഷേത്രങ്ങളിൽ വരുന്നവരെ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നോ തന്ത്രിയാണോ എന്നുള്ളത് കൊണ്ട് ആ വ്യക്തി സമൂഹത്തിൻ്റെ മുകളിലൊന്നുമല്ല, സമൂഹത്തിലെ വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ട സമൂഹത്തിലൊരാളാണത്. സാമ്പ്രദായികമായിട്ടുള്ള സിസ്റ്റത്തിൽ തന്ത്രിയും അർച്ചകനുമൊക്കെ പഴയ കാലത്ത് നിയമിക്കപ്പെടുകയാണെങ്കിലും ധർമ്മസഭകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ഇന്നും ധർമ്മസഭകൾക്ക് ചോദ്യം ചോദിക്കാം. ധർമ്മസഭകളും വായും മൂടി മിണ്ടാണ്ടിരിക്കുകയാണ്. അവർ മറ്റുള്ള ആൾക്കാരെ ഫോണിൽ വിളിച്ചിട്ട് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം ഈ ഉദയാസ്തമനം ഉണ്ടായ സമയത്ത്, ഉദയാസ്തമനത്തിൻ്റെ വിഷയം ഗുരുവായൂരുണ്ടായ സമയത്ത് ഞാൻ അന്ന് ആ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഈ മാളത്തിലിരിക്കണവന്മാരൊക്കെ പുറത്ത് വന്നിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട്, ആ ശരത്ജി പറഞ്ഞത് വളരെ നന്നായി, ശരത്തേട്ടൻ പറഞ്ഞത് വളരെ നന്നായി, ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തതാണ് പറഞ്ഞത്, എന്നിട്ട് ഇതും കൂടെ പറഞ്ഞോളൂ, അതും കൂടെ പറഞ്ഞോളൂ. ഈ വില്ലന്മാരായിട്ടുള്ളവരുടെ മുന്നിൽ പോയിട്ട് നട്ടെല്ലും വളച്ച് നിന്നിട്ട് അവിടെ നിലത്ത് കിടന്ന് ഉരുളോണവന്മാർ അപ്പുറത്ത് നിന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് പറയുക നമ്മൾ യുദ്ധത്തിന് മുന്നിൽ ഇറങ്ങി നിന്നിട്ട് പറഞ്ഞോളാൻ. പുച്ഛമാണ് തോന്നിയത് ഇങ്ങനെയുള്ളവരോട്. ഇങ്ങനെയുള്ളവരാണ് നമ്മുടെ ക്ഷേത്രങ്ങളെ നശിപ്പിച്ചത്. ഈ ധർമ്മസഭകൾ അറിവുള്ള ആചാര്യന്മാരും സമൂഹത്തിലെ മുതിർന്ന വ്യക്തികളും കൂടെ ചേർന്നിട്ടായിരുന്നു പണ്ടത്തെ കാലത്തുണ്ടായത്. ഇന്നും അങ്ങനത്തെ ധർമ്മസഭകൾ ഉണ്ടാവണം, ഒരു ഗവേണിംഗ് അതോറിറ്റി ഉണ്ടാവണം. ഏതെങ്കിലും ഉന്നത കോടതിയിൽ നിന്ന് തന്ത്രിയാണ് അവസാന വാക്കെന്ന് വെറുതെ വിധി സമ്പാദിച്ചുകൊണ്ട് വന്നുകൊണ്ട് കാര്യമില്ല. അത് വേറൊരു അധികാര കേന്ദ്രം ഉണ്ടാക്കുകയാണ് ചെയ്യണത്. പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന ധർമ്മസഭകൾ നശിച്ചു പോയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണക്രമങ്ങൾ ക്ഷേത്രങ്ങളിനകത്ത് ഉണ്ടാവാൻ കാരണം. ഗുരുവായൂർ തന്നെ 72 ഊരാളന്മാരായിരുന്നു. 72 ഊരാളന്മാർ, ഒരു ഊരാളനല്ല. ആ ധർമ്മസഭ ഇന്ന് പടിഞ്ഞാറേക്ക് നോക്കിയിരിക്കുന്ന തെക്കേ വശത്തിരിക്കണ അയ്യപ്പസ്വാമിയുടെ മുന്നിലാണ് ആ സഭ കൂടിയിരുന്നത്. അയ്യപ്പനായിരുന്നു അധ്യക്ഷതയിൻ്റെ. എന്നിട്ട് അതിന് ഒരു തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലീഡറായിരുന്നു സമുദായ മനുഷ്യം എന്നാ പറയുക. ഇന്നത്തെ ചെയർമാൻ്റെ ആ സ്ഥാനമാണ്. അവരാണ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നതും ഭരണക്രമങ്ങൾ നിശ്ചയിച്ചിരുന്നതും. അതൊക്കെ കാറ്റിപ്പറന്നു പോയി. കേരളത്തിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. അങ്ങനത്തെ ധർമ്മസഭകളുടെ സംസ്കാരത്തിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. ഭക്തസംഘങ്ങളായിട്ട് ഇപ്പം മാതൃസമിതി വെറുതെ നാരായണീയം വായിക്കാൻ മാത്രമല്ല, അമ്മമാർ ചോദ്യങ്ങൾ ചോദിക്കണം. എന്തിനിത് ചെയ്യണു, അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇനി ഭക്തസമിതികൾ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന് തന്നെ കൂട്ടായിട്ട് കുറേ അമ്പലങ്ങളും അവിടെ ഒരു വിശേഷ സംസ്കാരവും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ സാംസ്കാരിക സമിതികൾ ഉണ്ടാക്കണം. അത് നമ്മൾ പറയണത് ഈ കഥയും കവിതയും പറയണ ലൈബ്രറി നടത്തുന്ന സാംസ്കാരിക സമിതിയല്ല. ഹൈന്ദവ ധർമ്മത്തിൻ്റെ സാംസ്കാരിക സമിതികൾ, ഹെറിറ്റേജ് ട്രസ്റ്റുകൾ. അതിൽ ആധ്യാത്മികമായിട്ട് ഉണർവ് വന്നവരും അതിൽ പ്രവർത്തിക്കുന്നവരും സാധാരണക്കാരും ഒക്കെ മെമ്പർമാരാവണം. അവരുടെ മേൽനോട്ടത്തിൽ വേണം ഓരോ ക്ഷേത്രത്തിൻ്റെയും വരവ് ചെലവ് കണക്കുകൾ നോക്കാൻ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ചടങ്ങുകളുടെ ക്വാളിറ്റി നോക്കാൻ, അതല്ലെങ്കിൽ അവിടുത്തെ പൂജാരിമാരുടെ അല്ലെങ്കിൽ തന്ത്രിമാരുടെ ഒക്കെ സ്വഭാവം, അവരുടെ പ്രവർത്തികൾ മെഷർ ചെയ്യാൻ ഒരു മേൽനോട്ട സമിതി ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാവണം.
ഇതിലേതെങ്കിലും അർച്ചകനോ തന്ത്രിയോ സഹകരിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഡോക്യുമെൻ്റ് ചെയ്ത് അതിൻ്റെ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ, അത് നിയമ നടപടിയോ എന്താ, അതല്ല ഇനി എന്തെങ്കിലും ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ഭാഗ്യത്തിന് അങ്ങനെ ഒന്നുണ്ട്. കാരണം കാഞ്ചി മഠോ ശൃംഗേരി പീഠത്തിലേക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാം. നമ്മുടെ അവിടെ പിന്നെ ദേവസ്വം ബോർഡും കോടതി ഒന്നും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പറയാതെ വയ്യ. എല്ലാം ആരാൻ്റെ ഔദാര്യത്തിനനുസരിച്ചിട്ട് എന്ന് പറഞ്ഞാണ്. ഭഗവാൻ ഇവിടെ ഒരു തുടം എണ്ണ വേണമെങ്കിൽ അതിന് 2 അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉടനെ കോടതി പോകും. അതാണ് ഇന്ന് കേരളത്തിലെ അവസ്ഥ. എപ്പോഴും തെളിവോടുകൂടിയും ക്ഷമയോടുകൂടിയും തെളിവുകൾ വേണം. എന്ത് ആരോപണം ചുമ്മാ കണ്ണി കണ്ടതായിട്ട് ആരോപിക്കരുത്. തെളിവുണ്ടാക്കണം തെറ്റുകൾ നടക്കണമെങ്കിൽ. പിന്നെ ക്ഷമ, നിയന്ത്രണം, വാക്കിലും പ്രവൃത്തിയിലും. അതോട് കൂടിയിട്ട് വേണം ആ പ്രശ്നങ്ങളെ അവിടെ അവതരിപ്പിക്കാൻ. ക്ഷേത്രങ്ങളുടെ അകത്ത് കലഹം ഉണ്ടാക്കരുത്. ഭഗവാന്റെ വീടാണ്. അവിടെ അടി, തല്ല്, ബഹളം, ചോദ്യം ചോദിക്കൽ, അലർച്ച, വെല്ലുവിളി, ഇതൊന്നും ചെയ്യരുത്. ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും ദേവനെയും ദേവൻ്റെ സേവകനായിട്ടുള്ള തന്ത്രിയോ പൂജാരിയോ ഒന്നാണെന്ന് കരുതരുത്. ഒന്നാമത്. 2, ശാസ്ത്രത്തിനെ കുറച്ചെങ്കിലും മനസ്സിലാക്കുക. 3, കൂട്ടായിട്ടുള്ളൊരു ധാർമ്മിക ഉത്തരവാദിത്വം ഇങ്ങനത്തെ ധർമ്മസഭകൾ ഉണ്ടാക്കുക. 4, സത്യസന്ധരായിട്ടുള്ള നല്ല ഉത്തമരായിട്ടുള്ള ഉപാസകരായിട്ടുള്ള എത്രയോ തന്ത്രിമാരും എത്രയോ അർച്ചകന്മാരും ഉണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുക. പലരും നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാത്ത അവസ്ഥയിൽ ശാസ്ത്രത്തിനെ മുറുകി പിടിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് ദക്ഷിണയില്ല. ഓരോരുത്തരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള തട്ടിപ്പ് വഴിപാടൊന്നും അവർ പറയാത്തതുകൊണ്ട് അവരുടെ 10 വിരലിലും മോതിരമൊന്നുമില്ല. അവർക്ക് സ്വർണത്തിൻ്റെ അനവധി ചങ്ങലകളുമില്ല. അങ്ങനെയുള്ള ജെനുവിനായിട്ടുള്ള മനുഷ്യരെ ബഹുമാനത്തോടു കൂടിയിട്ടും അവരർഹിക്കുന്ന എന്താ പറയുക മര്യാദയോട് കൂടിയിട്ടും അവർക്ക് മനസ്സിന് മുറിവ് തട്ടാത്ത വണ്ണം, അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാത്ത വണ്ണം അവർക്ക് ആവുന്ന സഹായം നമ്മൾ ചെയ്യുക. ഇങ്ങനെ നിശബ്ദമായി എന്നാൽ വളരെ സംഘടിതമായി ശക്തമായി നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന അറിവുള്ള, ക്ഷേത്രകാര്യങ്ങളെപ്പറ്റി സാമാന്യ ബോധമുള്ള, ഭഗവാനെ സ്നേഹിക്കുന്ന, ദാനം ചെയ്യുന്ന മനസ്സുള്ള ഭക്തന്മാർ ഉണ്ടായാൽ നമ്മുടെ ക്ഷേത്ര സംസ്കാരം, ടെമ്പിൾ എക്കോസിസ്റ്റംസ് ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് തീർച്ചയായിട്ടും മാറും. കുറേ ബഹളം വെച്ച് പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇത് ഗ്രൗണ്ട് അപ്പ് അടിത്തറയെന്ന് വർക്ക് ചെയ്ത് വരണം. അതിന് വേണ്ടിയിട്ട് വെറുതെ കേരളത്തെ തെക്കും വടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ യാത്ര സംഘടിപ്പിച്ചുകൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല. അതാത് സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആൾക്കാർ അവിടെ വന്ന് കൂടുന്നല്ലാണ്ട് അടിസ്ഥാനപരമായിട്ട് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഒരു ഗൃഹസ്ഥൻ്റെയും പാർട്ടിസിപ്പേഷൻ വരുന്നില്ല ഇന്നിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതിലൊന്നിലും. നമ്മുടെ നിസ്സംഗതയിലും നിരുത്തരവാദത്തിലുമാണ് അഴിമതിക്കാരനും അധികാരമോഹികളും കിടന്ന് പൊളയ്ക്കുകയും വളരുകയും ചെയ്യണമെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ബോധം കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ബോധം ഉണർന്നാൽ, കൂട്ടായ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അഴിമതിക്കാരനും അധികാരമോഹിക്കും വളരാനുള്ള സാഹചര്യം പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. 5 ചെയ്യേണ്ടത് ആധ്യാത്മികമായിട്ടുള്ള പ്രതിരോധത്തിൽ കൂടെ വേണം ശുദ്ധീകരണം നടത്താൻ. സിസ്റ്റം നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ സിസ്റ്റം നമ്മളെ മാറ്റാൻ നോക്കും, അല്ലെങ്കിൽ അത് നമ്മളെ എതിർക്കും, നശിപ്പിക്കാൻ നോക്കും. സിസ്റ്റം മോശമാണ് എന്ന് വെച്ചിട്ട് ഭഗവാനെ നിങ്ങൾ കൈയൊഴിയരുത്, ആ വിഗ്രഹത്തിനെ നിങ്ങൾ കൈയൊഴിയരുത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സംരക്ഷണ വലയം, സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും സംരക്ഷണ വലയം ആ ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുക. അത് മഹാദേവനാവട്ടെ, അമ്മയാവട്ടെ, ഗണപതി ആവട്ടെ, സുബ്രഹ്മണ്യസ്വാമി ആവട്ടെ, അയ്യപ്പസ്വാമി ആവട്ടെ, ചാത്തസ്വാമി ആവട്ടെ, ഗുരുവായൂരപ്പനാവട്ടെ. കൂട്ടായ നാമജപങ്ങൾ ചെയ്യുക, സഹസ്രനാമാദികൾ പാരായണം ചെയ്യുക, നാരായണീയാദികൾ പാരായണം ചെയ്യുക, ശൈവമായിട്ടുള്ള ചെയ്യുക, വൈഷ്ണവമായിട്ടുള്ള ചെയ്യുക, ശാക്തിയായിട്ടുള്ള ചെയ്യുക, ഗാണപത്തിയായിട്ടുള്ള ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്നത് ചെയ്യുക. ക്ഷേത്രങ്ങളുടെ പുറത്ത്, അകത്ത് സമ്മതിച്ചില്ല, പുറത്ത് വീടുകളിൽ, എന്നിട്ട് അതിനെ ആ ദേവതയ്ക്ക് സമർപ്പിക്കുക. അവിടെ ദീപം കൊടുക്കുക, അവിടെ പുഷ്പങ്ങൾ കൊടുക്കുക, അവിടെ നേദ്യം കൊടുക്കുക. മനസ്സ് ശുദ്ധായാൽ മതി, ഭഗവാൻ ശക്തി പ്രാപിച്ചോളൂ. പുറത്ത് നല്ല വൈബ്രേഷൻസ് കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അകത്തുള്ള ചെളി തന്നെ പുറത്തേക്ക് പൊക്കോളും.
അത് ഭക്തിശക്തിയാണെന്ന് ഉറപ്പിച്ച് മനസ്സിലായിക്കോളും. അവസാനമായിട്ടൊരു കാര്യം കൂടെ പറയാം. അധർമ്മം എപ്പോഴൊക്കെ മതത്തിൻ്റെ രൂപത്തിൽ ഉയർന്നിട്ട്, ആചാര്യന്മാരുടെ രൂപത്തിൽ ഉയർന്നിട്ട് വഴിതെറ്റിക്കുന്നുണ്ടോ, ആ സമയത്ത് ഈശ്വരൻ അപ്പോൾ തന്നെ വേറെ ആൾക്കാരെ തയ്യാറാക്കി വെക്കുന്നുണ്ടാവും, ഇവന്മാരെ പൊളിച്ച് പുറത്ത് കാണിക്കുന്നതിനും ധർമ്മത്തെ രക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട്. ആ പരാശക്തി, ആ ഭഗവതി നമ്മൾ ഓരോരുത്തരുടെ അകത്ത് ഉണർന്നിട്ട് ആ ധർമ്മത്തെ രക്ഷിച്ചിരിക്കും. അത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിരാശരാവുകയല്ല വേണ്ടത്, നമ്മുടെ ശ്രദ്ധയെ വർദ്ധിപ്പിക്കുക. ഭക്തിയല്ല വർദ്ധിപ്പിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശ്രദ്ധയെ വർദ്ധിപ്പിക്കുക. ശ്രദ്ധ വർദ്ധിച്ചാൽ ഭക്തി താനെ വന്നോളും. ഭക്തി ഉണ്ടാക്കാൻ പറ്റില്ല, ഭക്തി സംഭവിക്കുകയുള്ളൂ. ശ്രദ്ധയാണ് പ്രശ്നം. ശ്രദ്ധ ഉണ്ടാക്കണം. ശ്രദ്ധ മാത്രം മതി. നമ്മുടെ ശ്രദ്ധയില്ലായ്മയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ശ്രദ്ധ വന്നാൽ തെളിച്ചം വരും. തെളിച്ചം വന്നു കഴിഞ്ഞാൽ സമൂഹത്തിന് തന്നെ ഒരു ബലം വരും. കാരണം ഭക്തി പ്രകാശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഏത് ദുഷ്ടശക്തിക്കും ഇല്ലാണ്ടായേ പറ്റൂ. അപ്പം ചോദ്യം, അഴിമതിക്കാരായിട്ടുള്ള അധികാരമോഹികളായിട്ടുള്ള അമ്പലങ്ങളിലെ പ്രവർത്തിക്കാർ, അതേമാതിരി തന്നെ പൂജാരിമാർ, തന്ത്രിമാർ തുടങ്ങിയവരെ എങ്ങനെ കോൺഫ്രണ്ട് ചെയ്യും, എങ്ങനെ അവരെ നേരിടും എന്ന് ചോദിച്ചാണ്. അത് ദേഷ്യം കൊണ്ടല്ല, വിവേകം കൊണ്ട്, ശ്രദ്ധ കൊണ്ട്, പിന്നെ ഇറങ്ങി പ്രവർത്തിക്കുക. ഒരാൾ ഉണർന്നാൽ മതി, സത്യത്തിൽ ഉയർന്നു നിന്നിട്ട്, സത്യത്തിൽ ഉറച്ചു നിന്നിട്ട്. അതിൻ്റെ മുകളിലൊരു അതോറിറ്റി ഒന്നുമില്ല. ഭഗവാനെ സ്നേഹിക്കുന്ന ഒരാൾ മതി ഭഗവാനെ സ്നേഹിക്കാത്ത 100 പേരുടെ മുന്നിൽ ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കാൻ. ഒരു ക്ഷേത്രവും ഒരു തന്ത്രിയുടെയോ ഒരു അർച്ചകൻ്റെയോ ഒരു സർക്കാരിൻ്റെയോ അല്ല, അത് ഭഗവാന്റെയാണ്, ഭഗവതിയുടെയാണ്. അത് അവിടെ പോയി തൊഴുന്ന ഭക്തർക്ക് വേണ്ടിയിട്ട് ഭഗവാനും ഭഗവതി അവിടെ ഇരിക്കണോണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയശ്രീകോവിലുകളിൽ ആ ദേവതയെ ഉറപ്പിച്ചിരുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു വന്ന കുറേ കാര്യങ്ങൾ വല്ലാണ്ട് ഒരുപാട് സമയമായി പോയി. ഞാൻ ശരിക്കും ചെറിയൊരു കാര്യമായിട്ട് പറഞ്ഞു വരണം വിചാരിച്ചതാണ്, ചെറിയൊരു ഉത്തരമായിട്ട്. വേറെയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിലെ പാരമ്പര്യ താന്ത്ര പദ്ധതി, അതേമാതിരി തന്നെ സർക്കാർ നടത്തുന്ന ദേവസ്വം ബോർഡുകളും ഇന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളെ നശിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നാന്തരം ഒരു ചോദ്യമാണ്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് വിസ്തരിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ പാരമ്പര്യ ജീവനക്കാർ, ക്ഷേത്രത്തിലെ ജീവനക്കാർ പലരും, അതിപ്പോൾ തന്ത്രി ആകട്ടെ ദേവസ്വം ബോർഡാകട്ടെ, ആരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ക്ഷേത്രത്തിലെ പാരമ്പര്യ ജീവനക്കാർ, അവർ ജീവസന്ധാരണത്തിന് വേണ്ടിയിട്ട് അവരുടെ വരുമാനമാണ് എന്നുള്ളത് കൊണ്ട് അറിഞ്ഞോ അറിയാതെയൊക്കെ അവർ പലപ്പോഴും അധർമ്മത്തിന് കൂട്ടു നിൽക്കുകയും നിശബ്ദരായിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എത്ര അന്യായം കണ്ടു കഴിഞ്ഞാലും വാസ്തവത്തിൽ അവരാ ചെയ്യുന്നത് ആ ദേവതയോടും ആ ക്ഷേത്രത്തിനോടും അവർക്ക് ഭക്ഷണം കൊടുക്കണം, തലമുറയായിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ള ഭഗവാനോട് ചെയ്യണ അന്യായമാണെന്നുള്ള ബോധ്യം പോലും ഇല്ലാണ്ട് ഇപ്പം കിട്ടുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ നട്ടല് വളച്ച് നിൽക്കുന്ന രംഗങ്ങളുണ്ട്. അതും ചോദിച്ചിട്ടുണ്ട് ഒരാൾ. അതൊക്കെ പറയുകയാണെങ്കിൽ കണ്ണിന്ന് ചോര വരും. കാരണം കണ്ടിട്ടുള്ള ദ്രോഹ ദുരിതങ്ങൾ ഭഗവാനോട് ചെയ്യണത് അത്രമാത്രമാണ്. ഇനി അങ്ങനെയുള്ള ആൾക്കാരിൽ തന്നെ സത്യസന്ധരായിട്ടുള്ളവരുണ്ട്. അവരെന്തെങ്കിലും ഒരു അന്യായം കണ്ടിട്ട് അതിനെതിരെ ഒരു ചോദ്യം ചെയ്താൽ ഉടനെ അവരെ പിടിച്ച് സസ്പെൻഡ് ചെയ്യുക, അവരെ ഡിസ്മിസ് ചെയ്യുക, അവരെ കടത്താണ്ടാക്കുക. ഇതൊക്കെ ഈ പുരോഹിത വർഗത്തിലെ ഉയർന്ന തലത്തിലിരിക്കുന്നവരും അധികാരവർഗത്തിൽ ഉയർന്ന തലത്തിലിരിക്കുന്നവരും ഈ താഴെത്തട്ടിലുള്ള ക്ഷേത്രത്തിലെ പാരമ്പര്യ ജീവനക്കാരോട് കേരളത്തിലും പുറത്തുമൊക്കെ ചെയ്യണതാണ്. സ്വാഭിമാനം നഷ്ടപ്പെട്ടു പോയി അവർക്ക്. അതുകൊണ്ടാണ് സംഭവിച്ചത്. അതുകൊണ്ട് ചുരുക്കി ഒന്ന് ആ വിഷയം വിസ്തരിച്ച് പറയേണ്ടതാണ്. അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഒന്ന് ചുരുക്കി പറയുക, നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥത ഭക്ത കൂട്ടായ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഒരു സംശയമില്ല. അതേപോലെ തന്നെ ആത്മാർത്ഥതയും സത്യസന്ധതയുള്ള ക്ഷേത്ര ജീവനക്കാരെയും അതേമാതിരി ശാന്തിക്കാരെയും അതേമാതിരി തന്നെ തന്ത്രിമാരെയും നമ്മളാൽ ആവും വണ്ണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ആത്മാർത്ഥതയുള്ളവരെ സ്നേഹിക്കുന്നവരെ, അല്ലാത്തവരെ തുറന്ന് എതിർക്കുകയും വേണം. യാതൊരു സംശയമില്ല. അതിൽ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ചിട്ട് തന്നെ തുറന്ന് എതിർക്കണം. ഇതിനെയൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്തസഭകൾ, ധർമ്മസഭകൾ ഉണ്ടാവണം.
ഒരു കമ്മിറ്റി ഉണ്ടാക്കി വിട്ടതുകൊണ്ട് കാര്യമില്ല. കാരണം എവിടെയും ഒരു അധികാരത്തിൽ വന്ന ഏത് ഭക്തനും ചിലപ്പോൾ അധികാരം ചോദിച്ച അഹങ്കാരം വരും. നാളെ ഇപ്പോൾ ഭക്തന്മാരുടെ കമ്മിറ്റികളിലേക്ക് ക്ഷേത്രങ്ങൾ പോയാലും അവിടെയും കറപ്ഷൻ വരില്ല എന്ന് പറയാൻ പറ്റില്ല. അതിനെ മോണിറ്റർ ചെയ്യാനും ധർമ്മസഭകൾ വേണം. അതേപോലെ തന്നെ നമ്മുടെ ഓരോ ദേശത്തിൻ്റെയും തനതായിട്ടുള്ള കാര്യങ്ങളെ ഡിജിറ്റൈസ് ചെയ്യുക, അതിനെയൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. നാളെ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ചടങ്ങുകൾ, ആ ഭാഗത്ത് മാത്രമുള്ള ചടങ്ങായിരിക്കും ചിലപ്പോൾ, ആ ചടങ്ങുകൾ, അതുമാതിരി തന്നെ അവിടുത്തെ വിശേഷങ്ങൾ, സ്ഥലപുരാണങ്ങൾ, അവിടുത്തെ ചുവർച്ചിത്രങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ ശിലാരേഖകൾ, അല്ലെങ്കിൽ അവിടെ മാത്രമുള്ള നാടൻ പാട്ടുകൾ, ദേവതയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തും, അതുമാതിരി ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിട്ടയും ചടങ്ങുകളും ഒക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് സൂക്ഷിക്കുക. അതെല്ലാവർക്കും നാളെ ആവശ്യമുള്ള തരത്തിൽ ഓപ്പൺ ആക്സസ് ആക്കി വയ്ക്കുക, ആർക്കൈവുകളിൽ, യൂട്യൂബിലോ എവിടെ വെച്ചാൽ. ഓരോ ക്ഷേത്രങ്ങളിലും പഠന കേന്ദ്രങ്ങൾ തുടങ്ങുക. ശാസ്ത്രജ്ഞാനം കൊച്ചു കുട്ടിക്കാലം തൊട്ടിട്ട് തന്നെ കുട്ടികൾക്ക് കിട്ടട്ടെ. ഇല്ലെങ്കിൽ നമുക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇനി വരും കാലങ്ങളിലും പലരും പറ്റിക്കും. ഇല്ലാത്ത ചടങ്ങുകളും ഇല്ലാത്ത വഴിപാടുകളും പല തട്ടിക്കൂട്ടും വരും. എന്നിട്ട് റെസീറ്റ് വെച്ചിട്ട് വാങ്ങിക്കുകയും ചെയ്യും. മഹാക്ഷേത്രങ്ങൾ വരെ ഇപ്പോൾ ആ തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ചതികളിൽ നമ്മൾ പോയി വീഴാതിരിക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം. എന്തിനും ഒരു ചടങ്ങ് ചെയ്യണു, പർപ്പസ് എന്താ ഒരു റിച്വലിൻ്റെ, ഒരു ക്ഷേത്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ പുറകിലുള്ള തത്വശാസ്ത്രം എന്താ, എന്തുകൊണ്ട്, എന്തിന്, എങ്ങനെ എന്ന് നമ്മൾ ഭക്തർ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളെ ചൂഷണം ചെയ്യൽ അവിടെ സ്റ്റോപ്പാവും. സത്സംഗ മണ്ഡലികൾ ഉണ്ടാക്കുക, ധർമ്മസഭകൾ ഉണ്ടാക്കുക. ഇതൊക്കെ കൂടാണ്ട് നിയമപരമായിട്ടുള്ള അതുമാതിരി പോളിസി മേക്കിംഗ്, രണ്ട് തരം, ലീഗലായിട്ടും പോളിസിയായിട്ടും, സർക്കാരിൻ്റെ നയങ്ങളായിട്ടും, അതേമാതിരി തന്നെ നിയമനിർമ്മാണ കോടതികൾ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ഉള്ള അതിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളെ സ്വതന്ത്രമാക്കാനുള്ള ബില്ലുകൾ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ബോഡികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. PAL ഫയൽ ചെയ്യണം, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താല്പര്യത്തിൻ്റെ പേരിൽ ഹർജികൾ കൊടുത്തിട്ട് കോടതികൾ ചിലപ്പോൾ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യും. അതൊന്നും നോക്കണ്ട. കാരണം കോടതികളിൽ ഇരിക്കുന്നത് തന്നെ ഹിന്ദുക്കളെ പുച്ഛിക്കുന്ന ആൾക്കാരാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ പുച്ഛാണ്. കാരണം ഹിന്ദു സംഘടിതനല്ല, ഹിന്ദുവിന് ഒരു വിവരവുമില്ല, ഹിന്ദുവിന് ഒന്നും അറിയൂല. ധർമ്മത്തിനനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നിയമത്തിന് ധർമ്മത്തിൻ്റെ ഒപ്പം നിന്നേ പറ്റൂ എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതോടുകൂടി അധർമ്മം പിന്നോട്ട് പോകും. ഇന്നെന്താ പ്രശ്നം വെച്ചാൽ ധർമാധിഷ്ഠിതമാണ്, ധർമ്മത്തിൻ്റെ പേരിലാണ് നമ്മൾ ഇന്ന് ഈ നിയമ പോരാട്ടങ്ങളൊക്കെ നടത്തണമെങ്കിൽ നമുക്ക് തന്നെ ഉറപ്പില്ല ഒന്നും. നമ്മൾ ധർമ്മത്തിലല്ല ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിയമത്തിന് നമ്മളെ പരിഹസിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ദേവനോട് ചോദിക്കുക വേണമെങ്കിൽ കാര്യങ്ങൾ നടത്താൻ എന്ന് പറയുന്ന തലത്തിലേക്ക് നിയമത്തിൻ്റെ കാവലാളുകൾ സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ചെറുപ്പക്കാർ ക്ഷേത്രങ്ങളിലേക്ക് വരാൻ, വയസ്സായവരുടെ ഓൾഡേജ് ഹോമുകളല്ല ക്ഷേത്രങ്ങളാവേണ്ടത്. ചെറുപ്പക്കാരുടെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിവിന് പോക്കും, തോരണം വലിച്ചു കെട്ടലും, റോട്ടിൽ പോണ വണ്ടികൾ തടഞ്ഞിട്ട് പണപ്പിരിവ് നടത്തലും എല്ലാന്നും മനസ്സിലാക്കുക. അവരും പഠിക്കണം, അവരും ജപിക്കണം. ആധ്യാത്മിക ശക്തി കുട്ടികളിലും വളർത്തണം. ക്ഷേത്ര സങ്കേതങ്ങൾ ശുദ്ധമാക്കിയിട്ട് സൂക്ഷിക്കാൻ പറ്റണം. പുറത്തുനിന്ന് 4 ആൾ വരുമ്പോൾ അവരവരുടെ ക്ഷേത്രങ്ങൾ കൊണ്ടു നടന്ന് കാണിക്കാൻ മാത്രം, അതിനെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കാൻ മാത്രമുള്ള അറിവ് കുട്ടികളിൽ ഉണ്ടാവണം. ഹെറിറ്റേജ് ടൂറുകൾ പോലെ. അതേമാതിരി അതാത് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കലകൾ പോഷിപ്പിക്കണം. അവിടുത്തെ കുട്ടികൾ പഠിക്കുക, 1-2 കുട്ടികൾ, ഇപ്പോൾ ചെണ്ട പഠിക്കുക, സോപാന സംഗീതം പഠിക്കുക, മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കുക, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ ശ്ലോകങ്ങൾ ഉരുവിട്ട് പഠിക്കുക. അതിനൊന്നും ജാതിയൊന്നും നോക്കരുത്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ആ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു നിലനിൽപ്പ് ഉണ്ടാക്കി കൊടുക്കണം. അന്നദാനങ്ങൾ നടത്തുക, ക്ഷേത്രങ്ങളിൽ സോളാർ എനർജി പോലുള്ള സോളാർ പാനലുകൾ സ്ഥാപിക്കുക, അതുമാതിരി എന്താ പറയുക മഴവെള്ളം സംഭരിക്കുക, പ്രസാദങ്ങൾ പ്ലാസ്റ്റിക് ഒന്നും അല്ലാതെ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പൊതിഞ്ഞു കൊടുക്കുക. ഇതൊക്കെ മോഡേൺ കാലത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഈ ഷർട്ട് ഇടണോ വേണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള തമ്മിത്തല്ല അവസാനിപ്പിക്കുക, ആന വേണോ വേണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള അതുകൊണ്ടൊന്നും അല്ല ഇവിടെ ധർമ്മം നിൽക്കുക നശിക്കുകയോ ചെയ്യണത്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, കഴിയുന്ന ഒരു ജീവിയും ദ്രോഹിക്കാതിരിക്കാൻ നോക്കുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം അതും ഭഗവാനാണ്. ധാർമ്മികമായിട്ടുള്ള എക്കോസിസ്റ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അമ്പലത്തിൻ്റേതായിട്ടുള്ള ചെറിയ കൃഷിയിടങ്ങൾ, അവിടേക്ക് വേണ്ട പച്ചക്കറികൾ, അല്ലെങ്കിൽ അവിടേക്ക് വേണ്ട പഴങ്ങൾ, അവിടേക്ക് വേണ്ട വാഴ, അങ്ങനെയൊക്കെ ഇലകൾ, ഇതൊക്കെ പൂക്കൾ, ഇതിനൊക്കെ വേണ്ടി ചെറിയ ഫാമുകൾ, ക്ഷേത്രമായിട്ട് ചെറിയ സ്ഥലം മതി. വെറുതെ കാട് പിടിപ്പിച്ചിട്ടില്ലേ.
ഞാനിതൊന്നും വെറുതെ പറയില്ല, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് പൊതുവേദികളിൽ ഇപ്പോൾ പറയണത്. ഇതെല്ലാം നമ്മൾ ചെയ്ത് പരീക്ഷിച്ച കാര്യങ്ങളാണ്. കേരളത്തിൻ്റെ പുറത്ത് പല ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങൾ, 10-20 വർഷത്തിൽ പബ്ലിക്കലി ഞാൻ ഈ പ്രഭാഷണങ്ങളൊക്കെ ചെയ്യണതിന് മുന്നേ ഉള്ള കാലങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയ ഗോശാലകൾ, ഒരു പശുവെങ്കിൽ ഒരു പശു, ഒരു കിടാവ്, ഒരു ഗോപൂജ, ഇതൊക്കെ എത്ര ചെയ്യാവുന്നതാണ്. അത് കേൾക്കുമ്പോഴേക്കും പുച്ഛാണ്. എന്നാൽ പിന്നെ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് കെട്ടിയൊഴുകി നടക്കരുത്. അല്ലെങ്കിൽ ആയുർവേദ ചെടികൾ വെച്ച് പിടിപ്പിക്കുക, ആരാധനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കുക, നക്ഷത്രവനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ പല സ്ഥലത്തും. അതിൻ്റേതായിട്ടുള്ള വേറെ കുറേ അസ്ട്രോളജിക്കൽ അപകടങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ നക്ഷത്രവനങ്ങൾ വെച്ച് പിടിപ്പിക്കണതിനൊന്നും ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെടികളെ കണ്ടെത്തിയിട്ട് അതിന് ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക. അതുകൊണ്ട് ക്ഷേത്രം എന്ന് പറയുന്നത് ശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജീവനുള്ള ഒരു വ്യക്തിയെപ്പോലെ അതിനെ കണ്ടു കഴിഞ്ഞാൽ, അതിനെ വെറുതെ പണം പിഴിയാനുള്ളൊരു യന്ത്രമല്ലാതാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ആത്മാവ് വരും. മറ്റേതില്ലെങ്കിൽ അത് വെറും പണം പിഴിയാണ്ടൊരു യന്ത്രം മാത്രമാവും, അതിന് ആത്മാവ് ഉണ്ടാവില്ല, അത് സോൾലെസ് ആയിരിക്കും. അത് കൂടാണ്ട് ക്ഷേത്രത്തിൽ മാത്രം ഒതുക്കി നിർത്താണ്ട സാധനങ്ങളെയും ജപങ്ങളെയും ഒക്കെ പുറത്തേക്കും കൊണ്ടുവരിക. വീടുകളിൽ സത്സംഗങ്ങൾ നടത്തുക, ഹാളുകളിൽ സത്സംഗങ്ങൾ നടത്തുക, പുറത്ത് നടത്തുക. ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ ആധ്യാത്മിക ശക്തി വർദ്ധിപ്പിക്കുക. സർവോപരി അകത്തുള്ള ക്ഷേത്രം, അവനവൻ്റെ ഉള്ള ഹൃദയഗുഹയിൽ, ആ ഹൃദയക്ഷേത്രത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച് അത് ശുദ്ധാക്കി വയ്ക്കുക. ചിട്ടയായിട്ടുള്ള ജപം, അഹിംസ, സത്യം, ദാനം, ചെയ്യാവുന്നതൊക്കെ ചെയ്യുക. അങ്ങനെ ക്ഷേത്രം അകത്ത് പ്രതിഷ്ഠിച്ച് പൂജിക്കുന്ന നമ്മൾ ഓരോരുത്തരിലും കൂടെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലിരിക്കുന്ന ഭഗവാൻ പ്രവർത്തിക്കുക, മാർഗനിർദ്ദേശം തരിക, തമ്മിൽ ബന്ധപ്പെടുത്തുക, ബലപ്പെടുത്തുക, ഇതൊക്കെ ചെയ്യും. നമ്മൾ പോലും അറിയാതെ നമുക്ക് കാണാൻ സാധിക്കാത്ത ധർമ്മത്തിൻ്റെ കണ്ണുകളായിട്ട് നമ്മളെ കോർത്തിണക്കും. അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ഓർത്തോളൂ, വേറെ ആരെങ്കിലും സംരക്ഷിച്ചോളെന്ന് എപ്പോൾ നമ്മൾ ക്ഷേത്രവിശ്വാസികൾ, ഭക്തർ വിചാരിച്ചുകൊണ്ട് നടക്കണോ അപ്പോഴൊക്കെ ക്ഷേത്രങ്ങൾ ഇടിഞ്ഞ് താഴെ പോകും. നമ്മൾ നമ്മുടെ കാര്യസാധ്യത്തിന് മാത്രം അവിടെ പോകും. അല്ലാത്ത അതെ അവിടുത്തെ കാര്യമായി എന്തോ പാടായി എന്നും പറഞ്ഞിട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ടാവില്ല. ആ ആരോ പ്രൊട്ടക്റ്റ് ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക പോയില്ലേ, ആരോ പ്രൊട്ടക്റ്റ് ചെയ്തോളും, ആരോ പ്രൊട്ടക്റ്റ് ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടന്നപ്പോൾ നിരുത്തരവാദമായിട്ട് നടന്നല്ലോ. ആ ആരോ ആയിട്ട് നമ്മൾ മാറുക, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആരോ, ആ ആരോ ആയിട്ട് നമ്മൾ മാറുക. ആ ആരോ ആയിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങൾ ഉയരുകയും ചെയ്യും. നമുക്ക് 3 വിളക്ക് കൊളുത്തി വെച്ചാൽ മതി ക്ഷേത്രങ്ങളെ രക്ഷിക്കാൻ. അറിവിൻ്റെ ഒരു വിളക്ക്, ഇറങ്ങി പണിയെടുക്കണതിൻ്റെ ഒരു വിളക്ക്, പ്രവൃത്തിയുടെ ധൈര്യത്തിൻ്റെ ഒരു വിളക്ക്, നോളജ്, ആക്ഷൻ, കറേജ്. അങ്ങനെ ഓരോരുത്തരും 3 വിളക്ക് വെച്ചിട്ട് ആയിരങ്ങൾ ലക്ഷങ്ങൾ കൊളുത്തിക്കഴിഞ്ഞാൽ ഈ അഴിമതിയും ഈ ഭയപ്പെടുത്തിയുള്ള, അടിമപ്പെടുത്തിയുള്ള, അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു തന്ത്രിയോ ഒരു കമ്മിറ്റിക്കാരനോ ഒരു രാഷ്ട്രീയക്കാരനോ ഒരു ക്ഷേത്രം ഉദ്യോഗസ്ഥനോ പിന്നെ സ്ഥാനം ഉണ്ടാവില്ല. അതുകൊണ്ട് അക്രമത്തിൽ കൂടെയോ രാഷ്ട്രീയം പറഞ്ഞിട്ടോ നമുക്ക് ക്ഷേത്രങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. ചരിത്രത്തെ വളച്ചൊടിച്ചിട്ടും ക്ഷേത്രത്തെ രക്ഷിക്കാൻ പറ്റില്ല. ചിട്ടയായ സാധനയെ കൂടെ നമ്മുടെ അകത്ത ചൈതന്യത്തെ വളർത്തിയാൽ മാത്രം. അങ്ങനെയാണ് കൂടപ്പിറപ്പുകളെ 1000 വർഷങ്ങളായിട്ട് ഈ സനാതനധർമ്മം ഇത്രയും ആക്രമണം ഉണ്ടായിട്ടും പിടിച്ചു നിന്നിട്ടുള്ളത്. ഇനിയും അത് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ, ഒരു സംശയമില്ല. ഞാൻ ഉള്ളിൽ തൊട്ടാ പറയണം. പുനൂരുവായപ്പം നമ്മുടെയൊക്കെ മനസ്സിന് തെളിച്ചം തരട്ടെ. ആ പരാശക്തിയെ, ആ ശക്തിയെ നമ്മുടെ ഉള്ളിൽ ഉണർത്തി വിടട്ടെ. ആ മഹാദേവനാകണ ശാന്തിയെ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കട്ടെ. അയ്യപ്പനാകണ വിവേകത്തെ നമുക്ക് തരട്ടെ. സുബ്രഹ്മണ്യ സ്വാമി ആകണ പ്രവർത്തനശേഷിയെ നമുക്ക് തരട്ടെ. ഗണപതി ഭഗവാനാകണ സദ്ബുദ്ധി അതിനൊക്കെ കാവൽ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാവരെയും പൊന്നു ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കണം. നന്ദി, നമസ്കാരം,
നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. പൊന്നു ഗുരുവായൂരപ്പ സന്തോഷിക്കണേ ഭഗവാനെ.